ഗുഡ് മോർണിംഗ്. എൻ്റെ വോയിസ് കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു. വോയിസ് കേൾക്കുന്നതിന് എസ് എന്ന് ടൈപ്പ് ചെയ്യാമോ? ഓക്കെ, താങ്ക് യു. നമ്മൾ എല്ലാ ദിവസവും നടക്കുന്ന CEP-യിൽ മെഡിറ്റേഷൻ വളരെ മനോഹരമായിട്ട് എല്ലാം ചെയ്തിട്ടുണ്ടാവും. പറ്റുമെങ്കിൽ എല്ലാവരും ഈ ഒരു മെഡിറ്റേഷൻ ഫുള്ളായിട്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഭയങ്കരമായിട്ടുള്ള ഒരു മാറ്റം നമ്മളിൽ ഉണ്ടാവും. ഇനി അടുത്ത സെഷനിലേക്ക് നമുക്ക് കടക്കാം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഈ മാസത്തെ ഒക്ടോബർ മാസത്തെ നമുക്ക് ഓഫറുകൾ ഒരുപാട് കമ്പനി തന്നിട്ടുണ്ട്. പല ആൾക്കാർക്കും നമ്മുടെ ഓഫറുകളെ കുറിച്ച് ശരിക്കും തിരിച്ചറിയാൻ സാധിക്കാത്തതുകൊണ്ട് ചെയ്യാത്ത ആൾക്കാർ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഓഫറിനെ കുറിച്ച് വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കി തരാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ക്ലാരിറ്റി വേണമെങ്കിൽ ഞാൻ ആരെയും മ്യൂട്ടാക്കിയിട്ടില്ല, അൺമ്യൂട്ട് ആക്കാം, അത് ചോദിക്കാം കേട്ടോ. കാരണം ഓഫർ അറിയാതെ പോകരുത്. അത് മാത്രമല്ല, നിങ്ങളോടൊപ്പം പുതുതായി വരുന്ന വ്യക്തിക്ക് ഈ ഓഫറുകളെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഓക്കെ, ഞാനത് ചെറിയൊരു സ്ലൈഡിന്റെ സഹായത്തോടെ പറഞ്ഞുതരാം. നമുക്ക് എല്ലാ മാസവും കമ്പനി നല്ല ഓഫറുകൾ തരാണ്. അത് യൂട്ടിലൈസ് ചെയ്യാത്ത ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പല ആൾക്കാർക്ക് ഇന്നലെ രാത്രി ഒരു ഓഫർ വന്നിട്ടുണ്ടായിരുന്നു. ആ ഓഫർ ആരെങ്കിലും ശ്രദ്ധിച്ചോന്നറിയില്ല, അത് ഞാൻ പറഞ്ഞുതരാം. നല്ലൊരു ഓഫറാണത്. നമുക്ക് വെസ്റ്റീജിന്റെ ഏറ്റവും മനോഹരമായ ഓഫർ കൺസിസ്റ്റൻസി ഓഫറാണ്. അതിനു മുമ്പേ നമുക്ക് ഒരു വ്യക്തി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ആദ്യമായിട്ട് ന്യൂ ജോയിൻ ചെയ്യുന്ന വ്യക്തി ഫസ്റ്റ് ഐഡിയ എടുക്കുമ്പോൾ അവർ പർച്ചേസിങ് ചെയ്യുന്ന ഓഫറെ കുറിച്ച് മനസ്സിലാക്കി തരാം. സ്ലൈഡ് കാണാമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സ്ലൈഡ് കാണാം. ഇവിടെ ഒരു ആദ്യമായി ഐഡിയ എടുക്കുന്ന വ്യക്തി, ഇപ്പം നിങ്ങൾക്കറിയാം, നിങ്ങളുടെ കൂടെ ഒരു വ്യക്തി ജോയിൻ ചെയ്യാണ്. ആ ജോയിൻ ചെയ്ത വ്യക്തി ഇപ്പോൾ ഇവിടെ ആദ്യമായിട്ട് ഐഡിയ എടുത്ത് ഫസ്റ്റ് ഐഡിയ എടുത്ത് ഇതുവരെ പർച്ചേസിങ് ചെയ്യാത്ത വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കിട്ടുന്ന ഓഫർ എന്ന് വെച്ചാൽ, നിങ്ങളുടെ ഫസ്റ്റ് ഇൻവോയ്സ് 2100 രൂപക്ക് മേലെയാണെങ്കിൽ രണ്ട് ബെനിഫിറ്റ് ആണ്. ഒന്ന്, നമുക്ക് കൊറിയർ ചാർജ് വേണ്ട, ഫ്രീ ആണ്. കാരണം സാധാരണ ലെവലിൽ 2500 മേലെയാണ് കൊറിയർ ചാർജ് ഫ്രീ ആയിട്ട് കിട്ടുക. പക്ഷെ ഫസ്റ്റ് പർച്ചേസിങ്ങിൽ ഒരു 1500 മേലെ കൊറിയർ ചാർജ് വാങ്ങിക്കുന്നില്ല. അത് 2100 രൂപയുടെ ബില്ലിംഗ് ആണെങ്കിൽ നമുക്കൊരു ആംല ഫ്രീ ആണ്. ഇന്ന് നമുക്ക് ഏറ്റവും അത്യാവശ്യമായ ഒരു സപ്ലിമെന്റ് ആണ് ആംല. എല്ലാവർക്കും വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനമാണ്. അപ്പോൾ ഒരു ആംല ഫ്രീ ഉണ്ട്. ഫസ്റ്റ് ജോയിനേഴ്സിനുള്ള ഓഫറാണ്. 2100 രൂപക്ക് മേലെ ഇൻവോയ്സ് ചെയ്യും. ചില ആൾക്കാർക്ക് ഇത് അറിയാത്തത് കൊണ്ട് 2000 രൂപക്ക് പർച്ചേസ് ചെയ്യാൻ, ഒരു 2000 രൂപക്ക് ചെയ്തേക്കാൻ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ അവർ പൈസ അയച്ചത് പർച്ചേസ് ചെയ്യുന്നതായിരിക്കും. അവരോട് ഒരു കാര്യം സൂചിപ്പിക്കാൻ പറ്റും, ഒരു 100 രൂപ കൂടെ എക്സ്ട്രാ പർച്ചേസ് ചെയ്യാമെങ്കിൽ നമുക്ക് ഒരു ആംല ഫ്രീ കിട്ടും. 175 രൂപക്ക് വിലയുള്ള ആംല ഫ്രീ ആണെന്ന് പറയുമ്പോൾ അവർ ചിലപ്പോൾ ഓക്കെ ആയിരിക്കും. ആ ഒരു 2100 പർച്ചേസ് ചെയ്യുന്നുണ്ട്. എപ്പോഴും അവർക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ന്യൂ ജോയിനേഴ്സിനെല്ലാം ഇപ്രാവശ്യത്തെ ഈ മാസത്തെ ഓഫറാണ്. 2100 രൂപക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു ആംല ഫ്രീ. ഈ ആംല വേണ്ടെങ്കിൽ 210 രൂപയുടെ വൗച്ചർ കിട്ടും. പക്ഷെ മാക്സിമം അതിൽ പ്രൊമോഷൻ ചെയ്യാതിരിക്കുക. കാരണം വൗച്ചർ ചില സമയത്തേക്ക് വരാൻ കുറേ സമയമെടുക്കും. പിന്നെ അതിൻ്റെ പുറകെ ടെൻഷനായി. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ആ പ്രൊഡക്റ്റ് തന്നെ, ഫ്രീ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ആഫ്റ്റർ ജോയിനിങ് അവരുടെ ഫസ്റ്റ് പർച്ചേസിങ് അത് മാസം അവസാനം വരെ അവർക്ക് കിട്ടുന്നുണ്ടാവും കേട്ടോ. ഡേറ്റും കൂടെ ഓർത്ത് വെക്കുക. ഏത് വ്യക്തിയും ഇപ്പോൾ 29-ാം തീയതി ജോയിൻ ചെയ്താലും പോലും, 30-ാം തീയതി ജോയിൻ ചെയ്താലും, 1-ാം തീയതി ജോയിൻ ചെയ്ത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാലും ഈ ആംല ഫ്രീ കിട്ടും കേട്ടോ. 1-ാം തീയതി കഴിഞ്ഞാൽ നവംബർ 1-ാം തീയതി വരെ അവർക്ക് ആ ഓഫർ ഉണ്ട്. അടുത്തത് ഓഫർ റീപർച്ചേസിങ് ഓഫറാണ്. റീപർച്ചേസിംഗ് എന്ന് വെച്ചാൽ ഒരു വ്യക്തി ജോയിൻ ചെയ്ത് ഒരു പർച്ചേസിങ് കഴിഞ്ഞ് പിന്നെ എപ്പോൾ ചെയ്ത് കഴിഞ്ഞാലും ഈ ഓഫർ കിട്ടും. ഓക്കെ, ഇനി സപ്പോസ് ഈ ഒരു സാധനം ഫസ്റ്റ് ജോയിൻ ചെയ്ത വ്യക്തിക്ക് ആംല താല്പര്യമില്ല, അദ്ദേഹത്തിന് 2100 പർച്ചേസിങ് ഇല്ല, അവർ ഷോപ്പിലാണ് പോയി പർച്ചേസ് ചെയ്യുന്നെങ്കിൽ, നമുക്ക് DLCP പോയി പർച്ചേസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അവരോട് പറഞ്ഞ് ഒരു സോപ്പിന്റെ ബില്ല് ചെയ്തിട്ട് ബാക്കിയുള്ള ഐറ്റംസ് സെക്കൻഡ് പർച്ചേസിങ് ആക്കി മാറ്റിയാൽ മതി. DLCP ഷോപ്പിൽ പോയി പർച്ചേസ് ചെയ്യുന്നതൊക്കെ പറ്റി നോക്കാം. അല്ല, മറ്റുള്ള എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഓഫർ, നിങ്ങളുടെ പർച്ചേസിങ് ഒരു 750 രൂപക്ക് മേലെ ആണെങ്കിൽ നിങ്ങൾക്കൊരു അഷ്വറിന്റെ പേസ്റ്റ് ഫ്രീ കിട്ടും. ചില ആൾക്കാരെ പർച്ചേസ് സെക്കൻഡ് പൈസക്ക് ബുദ്ധിമുട്ടാണ്, ഞാനൊരു 500 രൂപ അല്ലെങ്കിൽ 600 രൂപ അല്ലെങ്കിൽ 700 രൂപ പർച്ചേസ് ചെയ്യാമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. 750 ആക്കാൻ പറയാൻ സാധിക്കും. 750 അവർക്ക് റെസ്റ്റോറൻറ്റ് പേസ്റ്റ് ഫ്രീ കിട്ടും. അതുപോലെ ഒരു പോക്കറ്റ് പെർഫ്യൂം കിട്ടും. ഏതെങ്കിലും ഒന്ന് അവർക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ചിലപ്പോൾ അവർ പർച്ചേസ് ചെയ്യുന്ന 1400 ആയിരിക്കും.
ഈ മാസം എത്രയേ പൈസയുള്ളൂ, 1400 ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ അവർക്ക് അത് 1500 ആക്കാൻ പറ്റും, നിങ്ങൾക്ക് 2 പേസ്റ്റ് ഫ്രീ കിട്ടും എന്ന് പറയാൻ സാധിക്കും. ഇല്ലെങ്കിൽ അവർക്ക് ഒന്നേ കിട്ടുള്ളൂ. 1450 ചെയ്താൽ പോലും ഒരു പേസ്റ്റേ ഫ്രീ കിട്ടുള്ളൂ. അത് 1500 ആക്കി കഴിഞ്ഞാൽ 2 പേസ്റ്റ് ഫ്രീ കിട്ടും. അത് വേണ്ട എങ്കിൽ 2 പോക്കറ്റ് പെർഫ്യൂം ഫ്രീ കിട്ടും. അപ്പൊ ഇതൊക്കെ നമുക്ക് വാങ്ങിച്ചു കൊടുക്കാൻ സാധിക്കുന്നുണ്ടാവും ആ വ്യക്തിക്ക്. ഇത് മൾട്ടിപ്പിൾ ആയിട്ട് 750 3 പ്രാവശ്യം ചെയ്യുമ്പോൾ അത്രയും പേസ്റ്റ് ഫ്രീ കിട്ടും. മൾട്ടിപ്പിൾ 4 പ്രാവശ്യം ആണെങ്കിൽ അത് 4 പേസ്റ്റ് കിട്ടും, 4 പോക്കറ്റ് ഏതാണ്ട് കിട്ടും. നിങ്ങൾ ചെയ്യുന്ന എമൗണ്ട് എപ്പോഴും കാൽക്കുലേഷൻ ചെയ്യാം. എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പർച്ചേസ് ചെയ്യുന്ന എമൗണ്ട് കാൽക്കുലേഷൻ ചെയ്ത് മൾട്ടിപ്പിൾ ചെയ്ത് നോക്കുക ഈ 750 അപ്പൊ അത്രയും പേസ്റ്റുകൾ ഫ്രീ കിട്ടുന്നുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്ന എമൗണ്ട് ഒരു 10 രൂപയുടെ വ്യത്യാസം ഉള്ളൂ, അത് മൾട്ടിപ്പിൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അത്ര പേസ്റ്റ് കിട്ടും നോക്കിയാൽ മതി. അങ്ങനെ ആരെങ്കിലും ചെക്ക് ചെയ്തിട്ടുണ്ടോ എനിക്ക് അറിയത്തില്ല. 750 പ്ലസ് 750 1500 അല്ലെ, 1500 പ്ലസ് 3000 രൂപക്ക് പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് 4 പേസ്റ്റ് കിട്ടും. ചിലപ്പോൾ നിങ്ങൾ 2900 നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ 3 കിട്ടുള്ളൂ. അതാണ് ഞാൻ ആ ഒരു മൾട്ടിപ്ലിക്കേഷൻ കൂടെ നമ്മൾ ചെക്ക് ചെയ്യുക. ബിസിനസ് മൈൻഡിലേക്ക് വരണം. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന എമൗണ്ടും ഈ ഓഫറിന്റെ എമൗണ്ടും മൾട്ടിപ്ലിക്കേഷൻ ചെയ്യട്ടോ. ഫസ്റ്റ് ആ 750 വെച്ച് മൾട്ടിപ്പിൾ ചെയ്താൽ മതി. അപ്പോൾ ചിലപ്പോൾ ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൂടെ ഒരു സോപ്പും കൂടെ ഏഡാക്കി നിങ്ങൾക്ക് ഒരു പേസ്റ്റ് എക്സ്ട്രാ ഫ്രീ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് വേണമെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് പേസ്റ്റ് കൊടുക്കാൻ സാധിക്കും, അവരെ ഇതിൽ കസ്റ്റമറാക്കി കൊണ്ടുവരാൻ സാധിക്കുന്നത്. നിങ്ങളുടെ എമൗണ്ട് 1750 മേലെ ഉണ്ടെങ്കിൽ ഒരു ഡിറ്റർജന്റ് പൗഡർ ഫ്രീ ആണ്. അത് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 പേസ്റ്റ് ഫ്രീ കിട്ടും. ഓക്കെ, 1750 മേലുണ്ടെങ്കിൽ ഡിറ്റർജന്റ് പൗഡർ ഫ്രീ കിട്ടും. ഇല്ലെങ്കിൽ 2 പേസ്റ്റ് കിട്ടും, അല്ലെങ്കിൽ 2 പോക്കറ്റ് ഏതെങ്കിലും ഒന്ന് കിട്ടും. നിങ്ങളുടെ എമൗണ്ട് 3500 ആണെങ്കിൽ 2 ഡിറ്റർജന്റ് പൗഡർ കിട്ടും. 1750 പ്ലസ് 1750 2 ഡിറ്റർജന്റ് പൗഡർ കിട്ടും. ഇത് വേണ്ട എങ്കിൽ അത്രയും പേസ്റ്റുകൾ നമുക്ക് എടുക്കാൻ സാധിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ പോക്കറ്റ് പെർഫ്യൂംസ് എടുക്കാൻ പറ്റും. മാക്സിമം പേസ്റ്റ് ഒക്കെ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആ പേസ്റ്റ് ഒരു പുതിയ വ്യക്തിക്ക് കൊടുത്ത് ആ പുതിയ വ്യക്തിയെ കസ്റ്റമറാക്കി മാറ്റാൻ, അവരെ ലൈഫ് ലോങ് പേസ്റ്റ് വാങ്ങിക്കുന്ന കസ്റ്റമറാക്കി മാറ്റാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം. പേസ്റ്റ് തന്നെ എടുക്കുക. കാരണം പോക്കറ്റ് പെർഫ്യൂമിനെക്കാളും ബെസ്റ്റ് പേസ്റ്റ് ആണ് സ്ഥിരമായിട്ട് ഒരു വ്യക്തി വാങ്ങിക്കുക, ഉപയോഗിക്കുക. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് ആ ഒരു ഫ്രീ പ്രൊഡക്റ്റ് തന്നെ ആരെങ്കിലും കൊടുത്തുകൊണ്ടൊരു കസ്റ്റമറാക്കി മാറ്റാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അടുത്തത് 4250 രൂപക്ക് മേലെ ഉണ്ടെങ്കിൽ നമുക്ക് സ്പെർലിന ഫ്രീ ആയിട്ട് കിട്ടും. അതിന് 1 രൂപയാണ്. ഈ ഫ്രീ പ്രൊഡക്റ്റിനൊക്കെ 1 രൂപ വരും. 4250 മേലെ സ്പെർലിന ഫ്രീ കിട്ടും. അത് വേണ്ടെങ്കിൽ അഗ്രി 82ന്റെ 100 ml 3 ബോട്ടിൽ ഫ്രീ കിട്ടും. ഇതെടുത്താലും നമുക്ക് ബെറ്റർ ആണ്. കാരണം ഈ 100 ml ഓരോ ബോട്ടിൽ നമുക്ക് വേണമെങ്കിൽ ഒരാൾക്ക് കൊടുക്കാൻ പറ്റും, സെയിൽ ചെയ്യാൻ പറ്റും. കർഷകരുണ്ടെങ്കിൽ അവർക്ക് ഈ ചെറിയ ബോട്ടിൽ നമുക്ക് ഫ്രീ ആയി കൊടുക്കും. മൂന്ന് ബോട്ടിൽ ഉണ്ട്. അപ്പോൾ 3 കർഷകരെ കാണാൻ സാധിക്കുന്നുണ്ടോ അഗ്രി 82ന്റെ പ്രൊഡക്റ്റ്. അപ്പൊ ഇത് നമ്മൾ ഉപകാരമാക്കി മാറ്റാൻ ശ്രമിക്കുക. ഇനി 6300 ഉണ്ടെങ്കിൽ അഗ്രി നാനോടെക് നമുക്ക് ഫ്രീ ആണ്. 6300 എമൗണ്ടിൽ പർച്ചേസ് ചെയ്യാമെങ്കിൽ അഗ്രി നാനോടെക് ഫ്രീ ഉണ്ട്. ഇതൊന്നും വേണ്ടെങ്കിൽ അത്രയും പേസ്റ്റുകൾ നമുക്ക് അവിടെ എടുക്കാൻ സാധിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ റീപർച്ചേസിങ് ഓഫർ. റീപർച്ചേസിങ് ഓഫർ എന്ന് പറഞ്ഞാൽ ജോയിൻ ചെയ്ത് ഒരു പർച്ചേസിങ് ചെയ്ത വ്യക്തിയായിരിക്കണം. ഒരു പ്രാവശ്യമെങ്കിലും മുന്നേ പർച്ചേസ് ചെയ്ത വ്യക്തിയാണ് റീപർച്ചേസിങ് ഓഫർ വരിക. ഇതിന്റെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ 2 മുതൽ 18 വരെ കേട്ടോ. 18 കഴിഞ്ഞാൽ ഫ്രീ പ്രൊഡക്റ്റ് ഇവർക്ക് കിട്ടത്തില്ല. അപ്പോൾ മാക്സിമം നിങ്ങളുടെ പർച്ചേസിങ് ഈ 18 വരെ വെക്കരുത്, 14 വയ്ക്കുക. അപ്പോൾ നമുക്ക് കൺസിസ്റ്റൻസിയിലേക്ക് പോകാൻ സാധിക്കും. ഇതാണ് ഞാൻ ഏറ്റവും പറയാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഓഫർ. ഈ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ട് കുറച്ച് കാലമായിട്ടും പുതിയൊരു പ്രൊഡക്റ്റാണ്, പെർഫ്യൂമാണ്. അത് അടിപൊളി പെർഫ്യൂമാണ്. സ്പെഷ്യൽ ലേഡീസിനും ജെൻസിനും ഉണ്ട്. പിങ്ക് കളർ ലേഡീസിനും ബ്ലൂ കളർ ജെൻസിനുള്ള പെർഫ്യൂമാണ്. 1395 രൂപയാണ് അതിൻ്റെ വില. എന്ന് വെച്ചാൽ 1400-ന് 5 രൂപ കുറവ്. ഇതിന്റെ ഒറിജിനൽ പ്രൈസ് ഇന്നലെ വരെയുള്ള പ്രൈസ് 1395 ഇതിന്റെ PV 38 PV കിട്ടുന്നത്. ഒരു പെർഫ്യൂം വാങ്ങിച്ചാൽ 38 PV കിട്ടും. 1400 രൂപ എടുത്ത് നമ്മൾ കൊടുക്കണമായിരുന്നു. നിങ്ങൾക്ക് ഒരു ഓഫറാണ്, ഈ ഒരു മാസത്തെ ഓഫർ ഫെസ്റ്റിവൽ ഓഫറാണ്. അടിപൊളി ഓഫറാണ്. അതിന്റെ പകുതി വില കൊടുത്താൽ മതി. PV അതുപോലെ തന്നെ കിട്ടും. 38 PVക്ക് 698 രൂപ കൊടുത്താൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക. നമ്മൾ 40 PV പർച്ചേസ് ചെയ്യാൻ സമയത്ത് 1400 രൂപക്ക് മേലെ ആകാം. 40 PV 1300 കൊടുത്താലും 1400 കൊടുത്താലും നമുക്ക് 40 PV ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു പെർഫ്യൂം വാങ്ങിച്ചാൽ 698 കൊടുത്താൽ 38 PV ആയി. 2 പെർഫ്യൂം വാങ്ങിച്ചു കഴിഞ്ഞാൽ 1400 കൊടുത്താൽ നിങ്ങൾക്ക് 76 PV ആയി. 3 പെർഫ്യൂം വാങ്ങിച്ചാൽ 116 PV ആയി മാറും. കൺസിസ്റ്റൻസി ചെയ്യാൻ വളരെ സിമ്പിളായിട്ട് 2100 രൂപക്ക് കൺസിസ്റ്റൻസി ഈ മാസം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ 3200 3500 കൊടുത്ത് കൺസിസ്റ്റൻസി ചെയ്യുന്ന ആൾക്കാർക്ക് 2100 രൂപക്ക് ഈ മാസത്തെ കൺസിസ്റ്റൻസി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. 3 പെർഫ്യൂം കിട്ടും. ഇത് അടിപൊളി പെർഫ്യൂമാണ്. ആർക്കും ഗിഫ്റ്റ് കൊടുക്കാൻ വേണമെങ്കിൽ സാധിക്കും.
വ്യക്തമായി മനസ്സിലാകുന്നുണ്ടോ? നമുക്കിത് ഈ ഒരു പ്രൊഡക്റ്റ് മാത്രം ഈ മാസം കുറച്ച് ആൾക്കാർ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല PV കയറ്റാൻ സാധിക്കും. ക്വാളിഫിക്കേഷൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും പിൻ ലെവൽ മാറാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ, അത് സാധാരണ ലെവലിൽ 16% നിൽക്കുന്ന ആൾക്കാർക്ക് ഏതെങ്കിലും പിൻ ലെവലൊക്കെ പോകണം എന്ന് ആഗ്രഹിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ബ്രോൺസ് സെലക്ടർ അയാൾക്ക് സിൽവർ ആവാൻ, സിൽവർ അയാൾക്ക് ഗോൾഡ് ആവാൻ, സ്റ്റാർ ആയവർക്ക് ഡയമണ്ട് ആവാൻ, എന്തെങ്കിലും ഒരു പിന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു ഓഫർ യൂട്ടിലൈസ് ചെയ്യുക. അവസാന ദിവസം വരെ ഓഫർ ഉണ്ട്. പക്ഷേ ഈ സാധനം തീർന്നു കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ല. സ്റ്റോക്ക് തീർന്നാൽ കിട്ടത്തില്ല. എത്രത്തോളം സ്റ്റോക്ക് ഉണ്ടെന്ന് ആർക്കും അറിയത്തില്ല. ഓക്കെ, അതുകൊണ്ട് മാക്സിമം പെട്ടെന്ന് ചെയ്ത് വെക്കുക. അത് 14-ാം തീയതിക്കുള്ളിൽ ചെയ്യാൻ നോക്കുക. ഈ PV നല്ല ഓഫറാണ്. മനസ്സിലാവാത്ത ആൾക്കാരുണ്ടെങ്കിൽ അൺമ്യൂട്ടാക്കി ചോദിക്കാം. ആർക്കും ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഈ പറഞ്ഞ 3 ഓഫറുകൾ വെച്ച് ആർക്കും എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ന്യൂ ജോയിനേഴ്സിന്റെ അല്ലെങ്കിൽ റീപർച്ചേസിന്റെ, ഈ പെർഫ്യൂംസിന്റെ ആർക്കും എന്തെങ്കിലും ക്ലാരിറ്റി വേണമെങ്കിൽ ഒന്ന് പെട്ടെന്ന് അൺമ്യൂട്ടാക്കി ചോദിച്ചു കേട്ടോ. അടുത്ത ഓഫറിലേക്ക് പോവാണ്. കൺസിസ്റ്റൻസി ഓഫർ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഓഫറാണ്. ഇപ്രാവശ്യം ഒരു സന്തോഷമുള്ള വാർത്ത എന്ന് വെച്ചാൽ 60 PV കൺസിസ്റ്റൻസി നമുക്ക് പണ്ട് ഉണ്ടായിരുന്നു, എപ്പോഴും ഉണ്ടായിരുന്നു. പണ്ട് 60 PV കൺസിസ്റ്റൻസി ചെയ്യുന്ന സമയത്ത് നമുക്ക് 1250 വൗച്ചർ കിട്ടുമായിരുന്നു. ഇപ്പോഴും 1250 വൗച്ചർ ഉണ്ട്. അന്നത്തെ 1250 വൗച്ചർ നമുക്ക് കമ്പനി സെലക്ട് ചെയ്ത് കുറച്ച് പ്രൊഡക്റ്റ് മാത്രമേ എടുക്കാൻ സാധിക്കൂ. ഷാംപൂ, ഹെയർ ഓയിൽ, അങ്ങനെ നോനി, സ്പിരുലിന, അങ്ങനെയുള്ള കുറച്ച് പ്രൊഡക്റ്റ് മാത്രമേ കിട്ടത്തുള്ളൂ. കമ്പനി സെലക്ട് ചെയ്ത പ്രൊഡക്റ്റ്. പക്ഷേ ഇപ്പം ഈ ഒരു മാസം മുതൽ, ഈ കഴിഞ്ഞ മാസം മുതൽ കമ്പനി അത് മാറ്റി 1250 നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാം. ഏത് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഒരു 60 PV ചെയ്യുന്ന വ്യക്തിക്ക് അത് 4 മാസം കണ്ടിന്യൂ ചെയ്യുക. 2-ാം തീയതി മുതൽ 14-ാം തീയതി വരെയുള്ള ഡേറ്റിലായിരിക്കണം പർച്ചേസിങ്. അതിൽ മിസ്റ്റർ ഓഫ് മിലാൻ, സ്കിൻ ഫോർമൽ 9, വെലിനോ, ഡ്യൂ ഗാർഡൻ, ഈ 4 ഐറ്റംസ് ഏടെ കിട്ടത്തില്ല ഫ്രീ പ്രൊഡക്റ്റ് കേട്ടോ. ഫ്രീ പ്രൊഡക്റ്റിൽ ഈ 4 ഐറ്റംസ് ഉണ്ടാവില്ല. അത് നമ്മൾ ആപ്ലിക്കേഷനിൽ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് കാണാം. കൺസിസ്റ്റൻസിയിൽ അപ്ലിക്കബിൾ അല്ലാതെ വേണ്ടി കാണിക്കുന്നുണ്ട്. ഓക്കെ, ആ ഒരു 1250 ഒട്ടും കൺസിസ്റ്റൻസി 100 PV പോകാൻ പറ്റാത്ത വ്യക്തിക്ക് ഈ 60 PV കൺസിസ്റ്റൻസി പ്രൊമോഷൻ ചെയ്യാം. എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മളൊരു മിനിമം 40 PV എങ്കിലും ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുമാനം കിട്ടും. ഒന്നും ചെയ്യാതിരുന്ന ഒന്നും കിട്ടത്തില്ല. അപ്പോൾ 40 PV എങ്കിലും മിനിമം ചെയ്യുന്ന വ്യക്തിക്കാണ് നമുക്ക് ഈ എല്ലാ മാസം ബോണസ് വാങ്ങിക്കാൻ സാധിക്കുക. നിങ്ങളുടെ ടീമിൽ ബിസിനസ് നടക്കുന്നുണ്ട്, അവിടെ വോളിയം വരുന്നുണ്ടെങ്കിൽ 40 PV എങ്കിലും ചെയ്താൽ നിങ്ങൾക്ക് വരുമാനം 100% കിട്ടും. നിങ്ങൾ ചെയ്തതിന്റെ വരുമാനം കിട്ടും, താഴെ ഇതിന്റെ നോക്കി ലെവൽ അനുസരിച്ച് കിട്ടും. അപ്പോൾ ആ 40 PV ചെയ്യുന്ന വ്യക്തിക്ക് ഒരു 60 PV അങ്ങ് ആക്കി കഴിഞ്ഞാൽ കൺസിസ്റ്റൻസിയിലേക്ക് പോകാൻ സാധിക്കുന്നുണ്ടാവും. അത് 1250 വൗച്ചർ 4 മാസം കണ്ടിന്യൂ ചെയ്യുന്നതാണ്. ഇതും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് 100 PV കൺസിസ്റ്റൻസിയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുവരെയുള്ള ക്ലാരിറ്റി വേണമെങ്കിൽ ഇത് കഴിഞ്ഞപാട് അൺമ്യൂട്ടാക്കി 4 ഓഫറും കൂടി ചോദിക്കട്ടെ. അടുത്തത് 100 PV കൺസിസ്റ്റൻസിയാണ്. ഇവിടെ നമുക്ക് ലഭിക്കുന്നത് 2 മുതൽ 14-ാം തീയതിക്കുള്ളിലുള്ള ഡേറ്റ്. നിങ്ങൾ 100 PV അതിന് മേലെ ചെയ്യുന്ന ആൾക്ക് 2515 രൂപയുടെ വൗച്ചറാണ് കിട്ടുന്നത് 4 മാസം കംപ്ലീറ്റ് ചെയ്താൽ. ഇതിന്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് അറിയാലോ. പർച്ചേസിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഒരു ഞാൻ ഈ പറഞ്ഞ ഓഫറുകളൊക്കെ നോക്കുവാണെങ്കിൽ ഏകദേശം നമുക്കൊരു 4-5 പേസ്റ്റ് ഫ്രീ ആയിട്ട് സ്റ്റാർട്ടിങ് തന്നെ ഈ കൺസിസ്റ്റൻസി ചെയ്യുന്ന സമയത്ത് ഒരു 3-4-5 പ്രൊഡക്റ്റ് ഫ്രീ കിട്ടുന്നു. ഏകദേശം 300 രൂപ അടുത്തുള്ള പ്രൊഡക്റ്റ് ഫ്രീ കിട്ടുന്നുണ്ട് കൺസിസ്റ്റൻസി ചെയ്യുമ്പോൾ തന്നെ. ഫസ്റ്റ് പർച്ചേസിങ് ചെയ്യുമ്പോൾ 100 PV ചെയ്യുന്നു, നമുക്കൊരു 300 രൂപ അടുത്തുള്ള പ്രൊഡക്റ്റ് ഫ്രീ ആണ്. അതിന് ക്യാഷ് ബാക്ക് നമുക്ക് 10-ാം തീയതി കിട്ടും. ഒരു 5% 95 രൂപ കിട്ടുന്നുണ്ട്. 16% 258 രൂപ കിട്ടുന്നുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി ഒരു മാസം ചെയ്യുമ്പോൾ. 2-ാമത്തെ മാസം ആകുമ്പോൾ അതേപോലെ കിട്ടും. 3-ാമത്തെ മാസം അതേ കിട്ടും. 4-ാമത്തെ മാസം ആകുമ്പോൾ 4 മാസം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 4 മാസം ക്യാഷ് ബാക്ക് ഉണ്ട്, 4 മാസം ഫ്രീ പ്രൊഡക്റ്റ് ഉണ്ട്. 5-ാമത്തെ മാസം 2515 രൂപയുടെ പ്രൊഡക്റ്റ് ഫ്രീ ആണ്. ഇതാണ് ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞ 50% നമുക്ക് ബെനിഫിറ്റ് തിരിച്ചു കിട്ടുന്ന കാര്യം. നിങ്ങൾ ചെലവാക്കുന്ന തുകയുടെ 50% തിരിച്ചു കിട്ടുന്ന അവസരമാണ് ഈ കൺസിസ്റ്റൻസി. അപ്പോൾ എല്ലാവരും ചെയ്യേണ്ടത് കൺസിസ്റ്റൻസിയുടെ ഭാഗമായി മാറാം. ഒന്നിക്കിൽ 60 PV അല്ലെങ്കിൽ 100 PV. ഇതിൽ നിങ്ങൾക്ക് 4 കൺസിസ്റ്റൻസി 100 PV ചെയ്യാൻ പറ്റും. 400 PV കൺസിസ്റ്റൻസി 100 PV ചെയ്യാൻ പറ്റും. അതോടൊപ്പം പ്ലസ് ഒരു 60 PV ഉണ്ട്. 460 PV ചെയ്ത വ്യക്തിക്ക് 2515 4 വൗച്ചറും 1250 ഒരു വൗച്ചറും കിട്ടും. അപ്പോൾ 4 വെച്ചൊക്കെ 10-12,000 രൂപക്കുള്ള ഫ്രീ പ്രൊഡക്റ്റ് എടുക്കാൻ സാധിക്കുകയാണ് ഈ ഒരു കൺസിസ്റ്റൻസി ചെയ്യുന്ന വ്യക്തിക്ക്. നിങ്ങൾ ഇതിന്റെ വാല്യൂ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ഇന്ന് പല ആൾക്കാർ ഇത് അറിയാതിരിക്കുന്ന ആൾക്കാരാണ്. വല്ലപ്പോഴും കൂടി എന്തെങ്കിലും ചെയ്ത് ടീമിൽ വോളി ഉണ്ടെങ്കിൽ മാസം 31-ാം തീയതി രാത്രി പോയിട്ട് 2-3 കുറച്ച് സാധനം വാങ്ങിച്ചിട്ട് ആ ടീമിൽ വന്ന വരുമാനം വാങ്ങിക്കാൻ നിൽക്കുന്ന ആൾക്കാരെ കൂടുതലുണ്ടോ?
നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ ഒരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ കൺസിസ്റ്റൻസിയുടെ ഭാഗമായി മാറുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും വരുമാനം ആ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാക്കാൻ സാധിക്കുമല്ലോ. ഇനി ഒരു ഞാൻ നേരത്തെ പറഞ്ഞ ആ ഫ്രീ പ്രൊഡക്റ്റ് ഒക്കെ കിട്ടുന്ന സമയത്ത്, നിങ്ങൾ പേസ്റ്റും സോപ്പൊക്കെ ഫ്രീ കിട്ടുന്ന സമയത്ത് അത് നിങ്ങൾ ഉപയോഗിക്കാതെ അത് ആ ഒരു ഫ്രീ പ്രൊഡക്റ്റ് ഒന്നൊരു സോപ്പും പേസ്റ്റും ആണെങ്കിൽ അത് ആർക്കും കൊടുത്ത് ഒരു ലോയൽ കസ്റ്റമറെ, ഒരു 4 5 അല്ലെങ്കിൽ 10 ലോയൽ കസ്റ്റമറെ കണ്ടുപിടിക്കുക എന്നുള്ള ലക്ഷ്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് 400 അല്ല 500 അല്ല 1000 വരെ ചെയ്യാം. എത്ര ചെയ്യാൻ സാധിക്കുന്നില്ല. 20,000 രൂപക്കെല്ലാം ഫ്രീ പ്രൊഡക്റ്റ് എടുക്കാൻ സാധിക്കും. ഇന്നൊരു വീട്ടമ്മ, ഇവിടെ ഇരിക്കുന്ന വീട്ടമ്മക്ക് 20,000 രൂപയുടെ പ്രൊഡക്റ്റ് ഫ്രീ കിട്ടുവാണെങ്കിൽ, അത് 4 മാസം കൊണ്ട് 20,000 രൂപ പ്രൊഡക്റ്റ് ഫ്രീ വരുന്ന സമയത്ത് ധന്യ ഒന്ന് കൈമാറ്റിക്കോ. 20,000 രൂപ പ്രൊഡക്റ്റ് ഫ്രീ കിട്ടുവാണെങ്കിൽ അവർക്ക് 4 മാസം കഴിഞ്ഞ് ആ പ്രൊഡക്റ്റ് കസ്റ്റമർ ഉണ്ടെങ്കിൽ കസ്റ്റമർ കൊടുത്ത് ഞാൻ 20,000 രൂപ അവർക്ക് എടുത്തോളൂ. ബെനിഫിറ്റ് ആണ്. നിങ്ങളൊരു മാജിക് കോർണർ വീട്ടിൽ ഉണ്ടാക്കുക. മാജിക് കോർണർ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഷെൽഫിൽ ചെറിയ കോളത്തിൽ നമ്മളെ പ്രൊഡക്റ്റ് കുറച്ച് സ്റ്റോക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു 100 PV ആണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് ജോയിൻ ചെയ്ത വ്യക്തി 100 PV സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ആ 100 PV പ്രൊഡക്റ്റ് നമുക്ക് ആർക്കും കൊടുക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ, പേസ്റ്റും സോപ്പും ഡിറ്റർജന്റ് പൗഡറും ടോയ്ലറ്റ് ക്ലീനറും അങ്ങനെയുള്ള ചായപ്പൊടിയും നിങ്ങളുടെ അത്യാവശ്യം നിങ്ങൾ വീട്ടിലേക്ക് ഉപയോഗിക്കും, നിങ്ങൾക്ക് ഉപയോഗിക്കുന്ന സാധനം തന്നെ കുറച്ച് എക്സ്ട്രാ ഒരു 3 4 എക്സ്ട്രാ വാങ്ങിച്ചിട്ട് നിങ്ങളുടെ വീട്ടിലെ ഒരു മാജിക് കോർണർ പോലെ ഫിറ്റ് ചെയ്തിട്ട് ചെറിയ കോർണറിൽ കുറച്ച് സാധനം വെച്ചിട്ട് അതിനുള്ള ലോയൽ കസ്റ്റമറെ കണ്ടുപിടിച്ച് നിങ്ങൾ നടന്ന് സെയിൽ ചെയ്യാനെല്ലാം പറയുന്നത്, നിങ്ങളുടെ പരിചയത്തിൽ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന, നിങ്ങൾ തൊട്ടടുത്തുള്ള നിങ്ങളുടെ ബന്ധത്തിലുള്ള നിങ്ങളുടെ സഹോദരി സഹോദരന്മാർ ആരെങ്കിലും വീട്ടിൽ വരുന്ന സമയത്ത് അവർക്കത് കൊടുത്ത് അവരൊരു കസ്റ്റമറാക്കി മാറ്റുന്ന സമയത്ത് 100% അവർ തിരിച്ചു വന്ന് ചോദിക്കും ഈ സാധനം ഇനി വേണമെന്നല്ല. അപ്പൊ നിങ്ങൾക്കൊരു 200 രൂപയുടെ സാധനം വാങ്ങിക്കുന്ന കസ്റ്റമർ 500 രൂപയുടെ സാധനം വാങ്ങിക്കുന്ന 1000 രൂപയുടെ സാധനം വാങ്ങിക്കുന്ന കുറച്ച് കസ്റ്റമറെ ക്രിയേഷൻ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ, സപ്ലിമെന്റ്സ് അടക്കം നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അപാരമായ റിസൾട്ടാണ് നമ്മുടെ സപ്ലിമെന്റ്സിലൊക്കെ ഉള്ളത്. ഇന്ന് നമ്മുടെ ടീമിലൊക്കെ 400 500 PV ചെയ്യുന്ന ഒരുപാട് സപ്ലിമെന്റ് ഉപയോഗിക്കുന്ന ആൾക്കാർ, സപ്ലിമെന്റ് കൊടുക്കുന്ന കസ്റ്റമർ റിസൾട്ട് കണ്ട് വന്ന് ചോദിക്കുന്നു. അവർക്ക് കൊടുത്തിട്ടുള്ള സപ്ലിമെന്റ് അവരുടെ കാലിന്റെ അസുഖം മാറിയിട്ടുണ്ടല്ലോ എനിക്കും വേണം എന്നിട്ട് വന്ന് ചോദിക്കുന്ന ആൾക്കാർ കണ്ടിട്ടുണ്ട് നമ്മളിവിടെ. അപ്പോൾ ഈ ഓഫറുകൾ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. കൺസിസ്റ്റൻസി ഓഫറുകൾ. ഈ കൺസിസ്റ്റൻസി നമുക്ക് 20,000 രൂപയുടെ ഫ്രീ പ്രൊഡക്റ്റ് കിട്ടാനുള്ള എങ്ങനെ കിട്ടുമെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് 100 PV കൺസിസ്റ്റൻസി ചെയ്യാം. അപ്പോൾ 2,515 4 അപ്പോൾ 10,000 രൂപക്ക് മേലുള്ള ഫ്രീ പ്രൊഡക്റ്റ് ആയി. 60 PV ഒരു കൺസിസ്റ്റൻസി ചെയ്യുമ്പോൾ 1,250 ഇപ്പൊ ഏകദേശം 12,000 മേലെ 13,000 ഫ്രീ പ്രൊഡക്റ്റ് ആയി. ഇതിനപ്പുറം നമുക്ക് ഇപ്പൊ 14-ാം തീയതിക്ക് ശേഷം നിങ്ങൾക്ക് വീണ്ടും ഓർഡർ ഉണ്ട്. ഒരു കസ്റ്റമർ സാധനം ചോദിക്കുകയാണ്, കയ്യിൽ സാധനം ഇല്ല. പല ആൾക്കാരും എന്ത് ചെയ്യും, അടുത്ത മാസത്തേക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി. 14-ാം തീയതി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് വേറെ ഓഫർ ഉണ്ട്. പായസത്തിന് ശേഷം 3-ാമത് മധുരം വേറെ കിട്ടുകയാണ്. ഇതാണ് സാധനം. ഇതെന്താണ്? 15 മുതൽ 27-ാം തീയതി വരെ ചെയ്യുന്ന ആൾക്കാർക്കാണ്. ആ 100 PV ചെയ്ത കൺസിസ്റ്റൻസി ചെയ്യുന്ന വ്യക്തി കേട്ടോ, 100 PV കൺസിസ്റ്റൻസി 14-ാം തീയതി ചെയ്ത വ്യക്തിക്കുള്ള ഓഫറാണിത്. അവർക്ക് 100 PVക്ക് ശേഷം ഇനിയും സാധനം വേണമെങ്കിൽ നിങ്ങളുടെ പർച്ചേസിങ് 4 മാസം കണ്ടിന്യൂ, അതേ 4 മാസം കണ്ടിന്യൂ ഒരു 20 PV എങ്കിലും മിനിമം ചെയ്യാൻ സാധിക്കുവാണെങ്കിൽ, അതിന് മേലെ എത്ര വേണമെങ്കിൽ ചെയ്യാം. മിനിമം 20 PV എങ്കിലും 15 മുതൽ 27 ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഉദാഹരണത്തിന് നിങ്ങളൊരു 50 PV ആണ് ചെയ്യുന്നത് 15-ാം തീയതി ശേഷം, 100 PV ചെയ്തതിന് ശേഷം കേട്ടോ, 14-ാം തീയതിക്കുള്ളിൽ 100 PV ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾക്ക് ഒരു ഓർഡർ വരുവാണ്, അത് 20 അല്ലെങ്കിൽ 50 എത്ര PV ചെയ്യുന്നു, അത് 4 മാസം അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുകയാണ്. അപ്പം നിങ്ങൾ ആലോചിക്കുക, ഇന്ന് 20-ാം തീയതി ഡേറ്റ് ആണ്. ഇതിലുള്ള സുഹറയോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ, കുമാരി ചേച്ചിയോ ഓൾറെഡി 100 PV ചെയ്ത വ്യക്തിയാണ്. ആ 100 PV ചെയ്ത് 15-ാം തീയതിക്ക് ശേഷം അവർക്ക് ഓർഡർ കിട്ടുകയാണ്. അതൊരു 50 PV ആണെന്ന് വെച്ചു. ആ 50 PV നിങ്ങളത് 4 മാസം കണ്ടിന്യൂ 50 PV ചെയ്തിട്ടുണ്ടെങ്കിൽ 50 × 4 200 ആയി. 200 × 4 രൂപ എക്സ്ട്രാ, 800 രൂപയുടെ വൗച്ചറിങ് എക്സ്ട്രാ അവിടെ കിട്ടും. ഉദാഹരണം, നിങ്ങൾ 100 PV ആണ് ചെയ്യുന്നത്, 15-ാം തീയതി ശേഷം 100 PV ചെയ്യുന്നു, 15-ാം തീയതി മുതൽ 100 PV ചെയ്യുന്നു, നിങ്ങൾക്ക് 100 × 4 400 × 4 1600 വൗച്ചർ കിട്ടും. വേറെ കാര്യം പറഞ്ഞാലോ, നിങ്ങൾ 400 PV കൺസിസ്റ്റൻസി ചെയ്യുന്നു 15-ാം തീയതി വരെ, 14-ാം തീയതിക്കുള്ളിൽ 400 PV ചെയ്യുന്നു. ഇതേ 400 PV 15-ന് ശേഷം നിങ്ങൾക്ക് ഓർഡർ ഉണ്ടെങ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ 800 ആയി അല്ലേ. അപ്പൊ 400 ആകെ ഓൾറെഡി 10,000 വൗച്ചർ ഉണ്ട്. ഇവിടെ അതിന് ശേഷം 400 ചെയ്ത് കഴിഞ്ഞാൽ 400 × 400 1600 × 4 7,400 രൂപ അടുത്തുള്ള വൗച്ചർ ഫ്രീ ആണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, 20,000 രൂപയുടെ ഫ്രീ പ്രൊഡക്റ്റ് കിട്ടാൻ അവസരമുണ്ടെന്ന് ഞാൻ എപ്പോഴും പറയുമ്പോൾ നിങ്ങൾ ആരും ചോദിച്ചിട്ടുണ്ട്, എങ്ങനെ സാറ് 20,000 ഫ്രീ പ്രൊഡക്റ്റ് കിട്ടും? ആരും ചോദിച്ചില്ല, ഇതുവരെ ഒരാളും ചോദിച്ചില്ല. ഈ 20,000 ഫ്രീ പ്രൊഡക്റ്റ് കിട്ടും സാറ് വെറുതെ പറഞ്ഞാണ് ചോദിച്ച ഒരാളും ഞാൻ കണ്ടിട്ടില്ല.
ഞാൻ വെറുതെ പറഞ്ഞല്ല. 20,000 രൂപക്കുള്ള ഫ്രീ പ്രൊഡക്റ്റ് അഞ്ചാമത്തെ മാസം വേണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തി ഉണ്ടെങ്കിൽ, നിങ്ങൾ അങ്ങനെ ഒരു അഞ്ചാമത്തെ മാസം 20,000 രൂപയുടെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ മൈൻഡ് സെറ്റിലേക്ക് വരണം. ഇതൊന്നും ആരും ഇതുവരെ എന്നൊരു ഈ ഓഫറിനെ കുറിച്ച് ആരും എന്നോട് ചോദിക്കരുത്. ഇതൊരു ആകെ 3-4 പേര് മാത്രമേ ഈ ഓഫർ ചെയ്യുന്നു. വേറെ ആർക്കും ഇതിനെക്കുറിച്ച് അറിയത്തേ ഇല്ല. എല്ലാ മാസവും ഞാൻ വോയിസ് മെസ്സേജ് അയക്കാറുണ്ട്, ഗ്രൂപ്പിൽ വരാറുണ്ട്. സാർ ഈ ഒരു പോസ്റ്റ് ഞാൻ കാണാറുണ്ട്, എന്താ സംഭവം എനിക്കറിയത്തില്ല കേട്ടോ, എനിക്ക് മനസ്സിലാവാനായിട്ടാണ്. എന്നോടും ചോദിച്ചില്ല, നിങ്ങൾ അപ്ലൈനോട് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഒരു അപ്ലൈൻ എന്നോട് ഇതിനെക്കുറിച്ച് ചോദിക്കാറില്ല. ആകെ 3-4 പേര് മാത്രമേ ഈ ഓഫർ ചെയ്യാറുള്ളൂ. ഈ ഓഫർ വാങ്ങിച്ച വ്യക്തി 1-2 ആൾക്കാർ മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നുന്നത്. ഇത് നല്ലൊരു ഓഫർ കേട്ടോ. ഇത് എന്തുകൊണ്ടാണ് കമ്പനി ഇത് കൊണ്ടുവരുന്നത് അറിയോ? കുറച്ച് മുന്നേ, ഇത് വരുന്നതിന് മുന്നേ പല ആൾക്കാരും പർച്ചേസിങ് 14-ാം തീയതി കഴിഞ്ഞ പിന്നെ ഒന്നും ചെയ്യില്ല, അവിടെ ഹോൾഡ് ചെയ്ത് പിടിച്ചു വെക്കും. അടുത്ത മാസത്തേക്ക് കൺസിസ്റ്റൻസി ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുക. കാരണം ഓർഡർ ഉണ്ട്, പക്ഷേ അടുത്ത മാസം കൺസിസ്റ്റൻസി ചെയ്യുമ്പോൾ നമുക്ക് സാധനം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും എന്ന് വെച്ചിട്ട് മാറ്റി വെക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് കമ്പനി 27-ാം തീയതി വരെ ഈ ഒരു ഓഫറാണ് കൊടുത്തിരിക്കുന്നത്. വ്യക്തമായി മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ക്ലാരിറ്റി വേണമെങ്കിൽ ലാസ്റ്റ് നമുക്ക് ഒന്നുകൂടി ചോദിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ ചോദിക്കാം, കുഴപ്പമില്ല. ഇത്രയും കാര്യങ്ങൾ ഏകദേശം ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇത് റീപർച്ചേസിങ് ഓഫർ ന്യൂ ജോയിനേഴ്സിനല്ല, സെക്കൻഡ് പർച്ചേസിങ് മുതൽ വരുന്ന ആൾക്കാർക്കുള്ള ഓഫറാണ്. 2 മുതൽ ഈ സാധനം ഈ ഫ്രീ പ്രൊഡക്റ്റ് സ്റ്റോക്ക് തീരുന്ന വരെയുള്ള ഓഫറാണ്. നിങ്ങളുടെ ബില്ലിങ്ങിൽ 3,200 രൂപക്ക് മേലെ ഉണ്ടാവും വേണം. മിസ്റ്റർ ഓഫ് മിലാന്റെ വെലേനയുടെ സ്കിൻ ഫോർമുല ഐറ്റംസ് ആയിരിക്കണം. മറ്റുള്ള സാധനം ആഡ് ആവില്ല. ഇപ്പം നിങ്ങൾ സ്കിൻ ഫോർമുല അതിൻ്റെ ഓർഡർ കിട്ടിയ വ്യക്തി, അല്ലെങ്കിൽ സ്കിൻ ഫോർമുല അതിൻ്റെ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നത്, അല്ലെങ്കിൽ മിസ്റ്റർ ഓഫ് മിലാന്റെ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നത്, വെലേനയുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നെങ്കിൽ അത് 3,200 മേലെയാണെങ്കിൽ, സജിനി മേഡത്തിനെ പോലത്തെ ഒരുപാട് ആൾക്കാർ നമ്മുടെ ടീമിൽ ഈ മിസ്റ്റർ ഓഫ് മിലാന്റെ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന ആൾക്കാർ, ഈ ബ്ലമിഷ് ജെല്ലി, യൂത്ത് എലിക്സർ, കണ്ണിനടികൾ അണ്ടർ ഐ സെറം, അതുപോലെ ലിപ് ബാമുകളും ലിപ്സ്റ്റിക്കുകളും വാങ്ങിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. നിങ്ങളുടെ പ്രൊഡക്റ്റ് ഒരു 3,200 രൂപക്ക് മേലെ, ഇപ്പം നിങ്ങളൊരു 5,000 രൂപക്ക് സാധനം വാങ്ങിക്കുന്നുണ്ടാവും, അതിനകത്ത് അഗ്രി പ്രൊഡക്റ്റ് ഉണ്ടാവും, വേറെ എന്തൊക്കെ ഉണ്ടാവും. പക്ഷേ അതിൻ്റെ അകത്ത് ഒരു 3,200 ഐറ്റംസ് ഈ മിസ്റ്റർ ഓഫ് മിലാന്റെ ഈ ഐറ്റംസ് ആണെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ഫ്രീ പ്രൊഡക്റ്റ് പേസ്റ്റും ഡിറ്റർജന്റ് പൗഡറും സെലക്ട് ചെയ്യുന്നതിന് അടിയിൽ ഈ സാധനം കൂടെ കാണാൻ സാധിക്കും. നിങ്ങളുടെ ലിസ്റ്റിനകത്ത് 3,200 രൂപക്ക് ഈ ഐറ്റംസ് ഉണ്ടെങ്കിൽ ഫ്രീ പ്രൊഡക്റ്റ് ആയിട്ട് ഇതും കിട്ടും, ഇത് വേണമെങ്കിൽ മറ്റേത് എടുക്കാൻ പറ്റും. ഈ മഗ് സെറ്റാണ്, 6 സെറ്റാണ്. ടീം മഗ് സെറ്റ്, ചായ കുടിക്കാനുള്ള ഒരു കപ്പ് നമുക്ക് കിട്ടുന്നുണ്ടാവും, ഫ്രീ ആയിട്ട് 6ആണ്. ഇതിന് സോപ്പും പേസ്റ്റും ഒന്നും വേണ്ട, ഫ്രീ പ്രൊഡക്റ്റ് വേണ്ടെങ്കിൽ ഇത് നമുക്ക് എടുക്കാൻ പറ്റും. ഈ ഒരു ഓഫർ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും, നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പറ്റുന്ന സാധനമാണ്. ഇതാണ് വലിയൊരു ഓഫറാണ്. ഇത് അധികം ആൾക്കാർ യൂസ് ചെയ്യാത്തൊരു ഓഫറാണ്. ഒരു 9,300 രൂപയുടെ പ്രൊഡക്റ്റ് ഫ്രീ ആയിട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടോ? നിങ്ങൾക്ക് വേണമെങ്കിൽ ടീമായിട്ട് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. 9,300 രൂപക്കുള്ള ഫ്രീ പ്രൊഡക്റ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കുള്ള ഒരു ഓഫറാണ് ഇത്. അത് 2-ാം തീയതി മുതൽ 30-ാം തീയതി വരെ ഈ ഓഫർ ഉണ്ട്. ഇതെന്താ ഗുണം എന്ന് വെച്ചാൽ, വി സ്ലിമിന്റെ പ്രൊഡക്റ്റ്, വി സ്ലിം കാറ്റഗറി പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ടീമിലുണ്ട്. ഹലോ ഹലോ 1,227 രൂപയുടെ സാധനം. ഹലോ പറയൂ. ആ, ഇത് ലീലയാ. പറഞ്ഞു. ഇന്നലെ ഞാൻ പോയി ഒരു 3,200 രൂപയുടെ സാധനം വാങ്ങിച്ചു. ആ 101 PV ആയി. ആ അതിൽ എനിക്ക് കിട്ടിയത് ഒരു സോപ്പ് പൊടിയാ. ഏതാ എന്താ ഫ്രീ പ്രൊഡക്റ്റ് വേണമെന്ന് പറഞ്ഞിട്ടില്ല. സോപ്പ് പൊടി അല്ല, നിങ്ങൾ പറഞ്ഞോ സോപ്പ് പൊടി വേണമെന്ന് പറഞ്ഞോ? അല്ല, സോപ്പ് പൊടി അല്ലെങ്കിൽ 4 പേസ്റ്റ് തരാമെന്ന് പറഞ്ഞു. നിങ്ങൾ ഏതാ വേണ്ടത് പറഞ്ഞോ, അത് തന്നു, അത്രേ ഉള്ളൂ. സോപ്പ് അത് 3,500 ആണെങ്കിൽ 2 സോപ്പ് പൊടി കിട്ടും കേട്ടോ. അത് ശരി. നിങ്ങളെ അതാണ് ഈ ഓഫർ പറയുന്ന സത്യം. 3,500 രൂപക്കുള്ള ബില്ലിംഗ് ആണെങ്കിൽ 2 സോപ്പ് പൊടി കിട്ടുമെന്നാണ്. അതാണ് ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞത്. അത് നിങ്ങൾ എമൗണ്ട് ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ ചെയ്യാം, അല്ലെങ്കിൽ 3 പേസ്റ്റ് കിട്ടും. ഓക്കെ, 3,000 രൂപക്കാണെങ്കിൽ 4 പേസ്റ്റ് കിട്ടും കേട്ടോ. 4 പേസ്റ്റ് അല്ലെങ്കിൽ ഒരു സോപ്പ് പൊടി. 4 പേസ്റ്റാ പറഞ്ഞത്. അതാ പറഞ്ഞ ഒന്നിക്ക് 4 പേസ്റ്റ് അല്ലെങ്കിൽ ഒരു സോപ്പ് പൊടി. അല്ല, പേസ്റ്റിന്റെ ഗുണം നമ്മൾ അറിഞ്ഞതല്ലേ, സോപ്പ് പൊടിയുടെ ഗുണം അറിയണ്ടേ? അതുകൊണ്ട് സോപ്പ് പൊടി വാങ്ങി. അത് 3,500 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 സോപ്പ് പൊടി കിട്ടാൻ. മനസ്സിലായില്ലേ? ക്ലിയർ ആയിട്ട് വിശ്വസിക്കുന്നു. ഓക്കെ, ഈ ഒരു ഓഫർ കേട്ടോ. ഞാൻ പറഞ്ഞ വീസിലിം ഷെയ്ക്ക് ഉപയോഗിക്കുന്ന ആൾക്കാർ, വീസിലിം കാറ്റഗറി പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ കസ്റ്റമർ ഉണ്ടെങ്കിൽ
കുറച്ച് വലിയൊരു ഓർഡറാണ്, ചെറിയ ഓർഡറല്ല. 30,000 രൂപയുടെ വിസിലിം ഷേക്കിന്റെ ഓർഡർ പിടിക്കാൻ സാധിക്കുന്ന വ്യക്തികൾ ഉണ്ടെങ്കിൽ, ഇത് ചെയ്യുന്ന ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട്. നിങ്ങൾക്ക് 9,333 രൂപക്കുള്ള പ്രൊഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസിൽ പ്രൊഡക്റ്റ് ഫ്രീ കിട്ടും. എന്ന് വെച്ചാൽ നിങ്ങൾ ഷെയ്ക്ക്, നമ്മൾ ഇതിനൊരു ലിസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഈ ലിസ്റ്റിലുള്ള ഐറ്റംസ് ആദ്യം മതി. ഈ ലിസ്റ്റിലുള്ള ഐറ്റംസിൽ നിങ്ങൾ 30,000 രൂപയുടെ ഓർഡർ ചെയ്യുന്ന വ്യക്തി, ഇത്രയും ഐറ്റംസ് ഉണ്ട്. ഇത് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ വന്നിട്ടുണ്ടാവും. ഇതിൽ ഏതെങ്കിലും ഐറ്റംസ്, കുറച്ച് ഐറ്റംസ് സെലക്ട് ചെയ്ത് 30,000 രൂപ ബില്ല് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, പ്രോട്ടീൻ പൗഡർ ഉണ്ട്, വിസിലിംഗ് കാറ്റഗറി പ്രൊഡക്റ്റ് ഉണ്ട്, ഇങ്ങനെ പലവിധ ഐറ്റംസ് ഉണ്ട്. നിങ്ങളുടെ കസ്റ്റമർ ഉണ്ടെങ്കിൽ, ഇപ്പോൾ എനിക്കൊന്ന് കുറേ ആൾക്കാർ, ഖത്തറിലെ ആൾക്കാരൊക്കെ ഈ സാധനം, സിംഗപ്പൂരിലെ ആൾക്കാരൊക്കെ ഈ സാധനം പർച്ചേസ് ചെയ്യാറ്. അത് നിങ്ങൾ 30,000 രൂപക്ക് ആക്കാൻ സാധിക്കുകയാണ്. അത്രയുള്ള ഓർഡർ കസ്റ്റമറെ കണ്ടുപിടിച്ച് 30-ാം തീയതി വരെ ഡേറ്റ് ഉണ്ട്. നിങ്ങളെ പരിചയമുള്ളവർക്ക് വെയിറ്റ് കുറക്കാൻ ആഗ്രഹിക്കുന്ന, വെയിറ്റ് എന്ന് വെച്ചാൽ അപാരമായ റിസൾട്ടാണ്. തടി കുറക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ, ഇപ്പം മുട്ടുവേദന, നടുവേദന, പല പ്രോബ്ലംസ് ഉള്ള ആൾക്കാർക്കും, ഇത് PCOD പ്രോബ്ലം, തൈറോയ്ഡ് പ്രോബ്ലം ആൾക്കാർക്കൊക്കെ വെയിറ്റ് കുറച്ചാലാണ് അത് ക്ലിയർ റിസൾട്ട് കിട്ടുള്ളൂ. അപ്പം നിങ്ങൾക്ക് വെയിറ്റ് മാനേജ്മെന്റ് ഐറ്റംസ് വാങ്ങിക്കുക, നല്ല റിസൾട്ടാണ്. നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിൽ അവർക്കും കൂടെ വാങ്ങിച്ചുകൊണ്ട് ഈ ഒരു ഓഫർ യൂട്ടിലൈസ് ചെയ്യുക. കാരണം 30,000 രൂപക്കുള്ള വിസിലിം കാറ്റഗറി അല്ലെങ്കിൽ പ്രോട്ടീൻ പൗഡർ ഇങ്ങനെയുള്ള ഐറ്റംസിന്റെ ഓർഡർ ഉണ്ടാക്കാൻ സാധിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് 5 ഷെയ്ക്കും അതിനൂടെ 2 വിസിലിം എനർജി ഡ്രിങ്ക് ഫ്രീ ആണ്. ഈ ഷെയ്ക്കിന്റെയും എനർജി ഡ്രിങ്കിന്റെയും പ്രൈസ് എന്ന് പറഞ്ഞാൽ 9,333 രൂപയാണ്. 5 ഷെയ്ക്കിന്റെയും 2 എനർജി ഡ്രിങ്കിന്റെയും പ്രൈസ്. അത്രയും പ്രൊഡക്റ്റ് ഫ്രീ ആയിട്ട് കിട്ടും. എന്നുവെച്ചാൽ 30,000 സാധനം കൊടുത്തു കഴിഞ്ഞാൽ 9,000 പ്രൊഡക്റ്റ് ഫ്രീ ആണ്. പറഞ്ഞോ. പിന്നെ ഈ വണ്ടിയിൽ ഒഴിക്കുന്ന ഓയിലിനെ കുറിച്ച് പറഞ്ഞല്ലോ, അതിന് എന്തോ വിലയാവും? അതിന് 1,850 രൂപ എന്തോ. അല്ല, അതിന്റെ PV പറയുന്നത് കേട്ടായിരുന്നു, അതാ ഞാൻ ഈ സംശയം ചോദിച്ചത്. 1,850 രൂപക്ക് മേലെയുണ്ട്. 2 ഉണ്ട്. അത് 2 വീലറിനും 4 വീലറും 2 വേറെ വേറെയാണ്. 61 PVക്ക് മേലെയുണ്ട്. അത് പറഞ്ഞത് കേട്ടത് കൊണ്ടാ ഇപ്പൊ ഈ സംശയം ചോദിച്ചത്, വില ചോദിച്ചത്. ഓക്കെ. ഇതിന്റെ ആയിരിക്കും ക്ലാരിറ്റി വേണം. ഈ വിസിലിമിന്റെ കാറ്റഗറിയിൽ ആയിരിക്കും ക്ലാരിറ്റി വേണം ചോദിക്കും കേട്ടോ. ഇതില് നിങ്ങളിപ്പോൾ ശ്രദ്ധിക്കുക, ചിലപ്പോൾ നിങ്ങൾക്കൊരു ഓരോ വിസിലിം കാറ്റഗറിന്റെ ഓർഡർ കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഒരു പ്രാവശ്യം വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് 7-8 കിലോയുടെ വ്യത്യാസം ഉണ്ടാവും. കണ്ടിന്യൂ ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് നല്ല സ്ലിമ്മായി മാറാൻ, നല്ല ബ്യൂട്ടിയായി മാറാൻ സാധിക്കുന്നത്. അപ്പോൾ അവരോട് 2 പ്രാവശ്യം ഒരുമിച്ച് വാങ്ങിക്കുമ്പോൾ ചെറിയ ഡിസ്കൗണ്ട് തരാം, 2 സെറ്റ് ഒരുമിച്ച് വാങ്ങിക്കും ഡിസ്കൗണ്ട് തരാമെന്ന് പറഞ്ഞിട്ട് വരെ നമുക്ക് ഓർഡർ പിടിക്കാൻ പറ്റും. കാരണം ഈ 9,300 പഠിച്ച് ഫ്രീ കിട്ടുന്നു. അങ്ങനെ ഒരു 2-3 കസ്റ്റമർ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വലിയൊരു ഓർഡർ കിട്ടും. നല്ല PV, 1000-ന് മേലെ PV വരും. ഇത്രയും പ്രൊഡക്റ്റ് ഫ്രീ ആണ്. 30,000 പ്ലസ് 9,000-ന്റെ പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലായി. ഇത് നിങ്ങൾ MRPയിലൊക്കെ കൊടുക്കുവാണെങ്കിൽ നല്ല പൈസ ഉണ്ടാക്കാം. 50,000 രൂപയിൽ വരുവാണ്. ഇതെല്ലാം ഓഫറുകൾ ശരിക്കും മനസ്സിലാക്കണം കേട്ടോ. ഇത് നമ്മുടെ ടീമിന്റെ മാത്രമുള്ള ഓഫറാണ്. ഇത് വേറെ എവിടെ ഇല്ലാത്ത ഓഫറാണ്. നമ്മുടെ ടീമിൽ 100 PV ചെയ്യുന്ന ആൾക്കാർക്ക് 2 മുതൽ 14-ാം തീയതി വരെയുള്ള ഡേറ്റിൽ 100 PV ചെയ്യുന്ന ആൾക്കാർക്കുള്ള നമ്മുടെ ലക്കി ഡ്രോ 1,000 രൂപയുടെ ഗിഫ്റ്റ് എല്ലാ മാസവും ഞാൻ കൊടുക്കുന്നതാണ്. അത് എൻ്റെ വകയാണ്, കമ്പനി തരുന്നതല്ല, നമ്മുടെ ലീഡർമാർ അപ്ലൈൻ ആരും തരുന്നതല്ല. ഇത് ഞാൻ എൻ്റെ വക എല്ലാ മാസവും നമ്മുടെ ടീമിൽ കൺസിസ്റ്റൻസി ചെയ്യുന്ന ആൾക്കാർക്ക് പ്രോത്സാഹന സമ്മാനം കൊടുക്കുന്നതാണ്. 1,000 രൂപക്കുള്ള പ്രൊഡക്റ്റ്, വെസ്റ്റീജിന്റെ പ്രൊഡക്റ്റ് ഫ്രീ ആയിട്ട് അവരുടെ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കാറുണ്ട്. അത് കുറേ കാലങ്ങളായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെസ്റ്റീജിൽ ഒരാൾ ഇന്നേ വരെ ചെയ്തിട്ട്, ഒരു ടീമും ഇത്രയും 21 വർഷമായിട്ട് ചെയ്തിട്ട്, ഇത് ഞാൻ മാത്രം കൊടുക്കുന്ന ഒരു ഓഫറാണ്. അത് എൻ്റെ ടീമിനുള്ള, എൻ്റെ കുടുംബത്തിലെ ഫാമിലി മെമ്പേഴ്സിന് ഞാനായിട്ട് കൊടുക്കുന്ന ഓഫറാണ്. ഇത് ഇപ്പം ഇങ്ങനെ 1,000 രൂപയുടെ ഗിഫ്റ്റ് പോവാണ്. അടുത്ത വർഷം ഞാൻ നാട്ടിലേക്ക് വരുന്നതിന് ശേഷം നമ്മുടെ ടീമിലെ കുറച്ച് ലീഡേഴ്സ് ഒരുമിച്ച് ഇത് വലിയൊരു ഗിഫ്റ്റാക്കി മാറ്റാൻ പോവാണ്. ഇത് നല്ല റിസൾട്ട് ഉണ്ട്. നമ്മൾ ഇതിൽ കൺസിസ്റ്റൻസിക്കാരുടെ എണ്ണം കൂടി വരാൻ തുടങ്ങി. അപ്പോൾ ലക്കി ഡ്രോയുടെ വലിപ്പം നമ്മൾ കൂട്ടുന്നുണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ അടുത്ത വർഷം തൊട്ട് നമ്മളത് വലിപ്പം കൂട്ടുന്നുണ്ടാവും. മൊബൈലൊക്കെ വരുന്നുണ്ട്. എല്ലാ മാസവും നമ്മുടെ ടീമിൽ മൊബൈലൊക്കെ വരും. അടുത്ത വർഷം തൊട്ട് 2026 ഓഫർ വരുന്നുണ്ടാവും. ഇങ്ങനെയുള്ള ഓഫറുകളാണ് നമുക്ക് ഇപ്രാവശ്യം ഇതിനകത്തുള്ളത്. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ക്ലാരിറ്റി വേണമെങ്കിൽ ആർക്കെങ്കിലും അൺമ്യൂട്ട് ആക്കാം. അതിന് നമുക്ക് 10 മിനിറ്റ് സമയമുണ്ട്. ഞാൻ സ്ലൈഡ് ഓഫ് ആക്കുന്നു. അതായത് നിങ്ങൾ ഡൗട്ട് ചോദിച്ചാൽ ക്ലിയർ ആക്കി തരാം. ആർക്കെങ്കിലും ഈ ഓഫറെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സാറേ, പറയൂ. ഞാനിപ്പോ 4 പ്രാവശ്യം, ഇനിയിപ്പോ ഈ പ്രാവശ്യം കൂടി എടുത്തു കഴിഞ്ഞാൽ 4-ാമത്തെ പ്രാവശ്യമാണ് പ്രൊഡക്റ്റ് എടുക്കുന്നത്, 100 PV. അപ്പൊ ഇനി അടുത്ത മാസം ഫ്രീ അല്ലേ കിട്ടുക? അടുത്ത മാസം 20-ാം തീയതി കണക്കിന് നമ്മളുടെ ആപ്ലിക്കേഷനിൽ വൗച്ചർ വരും. അപ്പോ ആ മാസം നമ്മൾ പ്രൊഡക്റ്റ് എടുക്കണ്ടേ വേറെ?
അത് നിങ്ങൾക്ക് അടുത്ത കൺസിസ്റ്റൻസി കണ്ടിന്യൂ ചെയ്യാമല്ലോ. അടുത്ത മാസം പ്രൊഡക്റ്റ് എടുത്ത് കണ്ടിന്യൂ ചെയ്യാം. പ്രീ പ്രോഡക്റ്റ് കിട്ടുന്ന മാസത്തില് നമ്മൾ വേറെ പ്രോഡക്റ്റ് എടുക്കണ്ടേ? അതാ പറഞ്ഞു, നിങ്ങൾക്ക് അടുത്ത കൺസിസ്റ്റൻസി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നറിയാം, പുതിയത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ആ ഓക്കെ. ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ അടുത്ത മാസമാണ് ഫ്രീ പ്രൊഡക്റ്റ് കിട്ടാൻ 20-ാം തീയതി കണക്കിന് ആവുള്ളൂ. ഓക്കെ, നിങ്ങൾ അടുത്ത മാസം പുതിയതൊന്നും കൂടി സ്റ്റാർട്ട് ചെയ്യാം. അടുത്ത മാസം നവംബർ മാസം ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, അത് നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി ആകുമ്പോൾ വീണ്ടും നമുക്ക് ഫ്രീ വരും. ഇപ്പൊ നിർമ്മല ചേച്ചി, നമ്മൾ എല്ലാവരും ചെയ്യേണ്ടത് നമുക്ക് ഫ്രീ പ്രൊഡക്റ്റ് കിട്ടുന്ന സമയത്ത് നിർത്താതിരിക്കുക, കൺസിസ്റ്റൻസി കണ്ടിന്യൂ ചെയ്യുക. ആ ഓക്കെ ഓക്കെ. കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അല്ല അപ്പൊ ആ മാസം എടുക്കാൻ പറ്റുമോ ഇല്ലേന്നാണ് അറിയാത്തത്. എടുക്കാം, നമുക്ക് എത്ര വേണമെങ്കിൽ എടുക്കാം. ഇപ്പൊ നിർമ്മല ചേച്ചി ഇപ്പൊ 100 ചെയ്തില്ലേ? ഞാൻ ചില ആൾക്കാർ 100 തന്നെ പിടിക്കുന്ന ആൾക്കാരാണ്. ഇപ്പൊ നിർമ്മല ചേച്ചി സ്റ്റാർട്ടിങ്ങിൽ 100 ചെയ്തു. ഈ മാസം രണ്ടാമത്തെ മാസമാണ്. നിങ്ങൾക്ക് 100-ൽ കൂടുതൽ ഐറ്റംസ് വേണമെങ്കിൽ ഒന്നും കൂടെ ചെയ്യാം, പുതിയത് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. സാറേ പറയൂ. ഒരു മിനിറ്റ്, ഞാൻ ഇതൊന്ന് ക്ലിയർ ആയിട്ട് ഒറ്റ മിനിറ്റ് ജാസ്മിൻ. നമ്മളിപ്പോ നിർമ്മല ചേച്ചി 100 PV ചെയ്തു. കഴിഞ്ഞ മാസമാണ് പുതിയ ജോയിൻ ചെയ്ത വ്യക്തിയാണ് നിർമ്മല ചേച്ചി വെച്ചത്. കഴിഞ്ഞ മാസം 100 PV ചെയ്തു. ഈ മാസം 100 PV ചെയ്തു. കൺസിസ്റ്റൻസി രണ്ടാം മാസം ആക്കി. അപ്പൊ ചേച്ചിക്ക് കുറച്ചും കൂടെ ഓർഡർ ഉണ്ട്. ഒരു 100 കൂടെ സ്റ്റാർട്ട് ചെയ്യാം. ഈ മാസം പുതിയത് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, രണ്ടാമത്തെ മാസം 100-ഉം ഒരു 100 കൂടെ എക്സ്ട്രാ പുതിയ സ്റ്റാർട്ട് ചെയ്തു. മൂന്നാമത്തെ മാസം നിർമ്മല ചേച്ചി 200 PV ചെയ്യുമ്പോൾ ആദ്യം ചെയ്ത കൺസിസ്റ്റൻസിയുടെ മൂന്നാമത്തെ മാസമായി, രണ്ടാമത് ചെയ്ത കൺസിസ്റ്റൻസിയുടെ രണ്ടാമത്തെ മാസമായി. അപ്പോൾ അവിടെ ഒരു 100 കൂടെ എക്സ്ട്രാ ചെയ്ത് കഴിഞ്ഞാൽ പുതിയത് സ്റ്റാർട്ടാക്കാം. നിങ്ങൾക്ക് അങ്ങനെ എല്ലാ മാസവും ഒരു 100 എക്സ്ട്രാ ചെയ്തിട്ട് സ്ഥിരമായിട്ട് ഫ്രീ പ്രൊഡക്റ്റ് 2515 വൗച്ചർ വാങ്ങിക്കാൻ പറ്റും. സ്ഥിരമായിട്ട് ആ ലെവലിലേക്ക് എത്താൻ പറ്റുന്ന ചെയ്യുന്ന ആൾക്കാർ. കൺസിസ്റ്റൻസി എത്ര വേണമെങ്കിൽ ഏടാക്കാം കേട്ടോ, എത്ര വേണമെങ്കിൽ ഏടാക്കി ഇപ്പൊ 4 മാസം മെയിൻറ്റെയിൻ ചെയ്താൽ. നമ്മൾ അപ്ലിക്കേഷനിൽ മൈ കൺസിസ്റ്റൻസി എന്ന സ്ഥലമുണ്ട്, അത് ഓപ്പൺ ആക്കി നോക്കുക. എത്ര കൺസിസ്റ്റൻസി ആയി കാണിക്കുന്നുണ്ടാവും, എത്ര പെൻഡിങ്ങിൽ മിസ്സായി പോയത്. 14-ാം തീയതിക്കുള്ളിൽ ചെയ്യണം, അത് മാത്രം ശ്രദ്ധിക്കണം. ജാസ്മിൻ, 5-ാം തീയതിക്ക് ശേഷം പ്രോഡക്റ്റ് എടുക്കണത്തിട്ടാണ്. സാറേ ഞാൻ കഴിഞ്ഞ മാസം 300 PV ചെയ്ത്. ആ അപ്പൊ എനിക്ക് ഈ മാസം പിന്നെ 100 PV ചെയ്യാനേ പറ്റുള്ളൂ. അപ്പൊ കുഴപ്പമില്ലല്ലോ അല്ലേ? അപ്പൊ 100 PVയുടെ കൺസിസ്റ്റൻസി ആയിട്ട് മാറും. ഈ മാസം ഞാൻ ചെയ്തിട്ടില്ല. അപ്പം 100 PV ചെയ്യാനുള്ള ഇതേ ഉള്ളെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് 100 മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ എന്തെങ്കിലും 14-ാം തീയതി വരെ സമയം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഓർഡർ ഒക്കെ കിട്ടുമോ നോക്കിയിട്ട് അത് 200 PV മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും നോക്കുക. അതുപോലെ തന്നെ കഴിഞ്ഞ മാസം എനിക്ക് രണ്ടാമത് ഞാൻ 300 രൂപയുടെ സാധനം 3000 രൂപയുടെ സാധനം എടുത്തിട്ട് ഫ്രീ ഒന്നും കിട്ടിയില്ലായിരുന്നു. അപ്പൊ അതെന്താ പർച്ചേസിംഗ് അല്ലേ? ആദ്യത്തെ അല്ല, രണ്ടാമത് പർച്ചേസ് ചെയ്തായിരുന്നു. അത് 18-ാം തീയതി ശേഷമാണ് ചെയ്തത്. 18-ാം തീയതി കഴിഞ്ഞാ ചെയ്ത. അത് കിട്ടില്ലല്ലോ. 18-ാം തീയതി വരെ ഫ്രീ പൊടിച്ചുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ പിന്നെ കഴിഞ്ഞ മാസമാണോ എപ്പോഴാണ് ഫസ്റ്റ് പർച്ചേസിംഗ് തുടങ്ങിയത്? കഴിഞ്ഞ മാസമാണോ? കഴിഞ്ഞ മാസം ഫസ്റ്റ് പർച്ചേസിംഗ് ചെയ്തിട്ട് 300 PV ചെയ്തു അല്ലെ? ഒറ്റ ജോയിനിങ് തന്നെ 300 PV. അല്ല 300 ചെയ്തില്ല, 160. അപ്പൊ എപ്പോഴാണ് 300 ചെയ്തത്? നിങ്ങൾ മൂന്ന് കൺസിസ്റ്റൻസി ചെയ്തത് 300 PV 3 പ്രാവശ്യം ചെയ്തപ്പോ 300 PV ആയി. കഴിഞ്ഞ മാസം തന്നെ 300 ചെയ്തിട്ടുണ്ട്. 300 ചെയ്തു 3 പ്രാവശ്യമായിട്ട്. ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ ഇപ്രാവശ്യം നിങ്ങൾ 100 PV ചെയ്തെങ്കിൽ 2 മാസമായി. അടുത്ത മാസം അതിനപ്പുറത്തെ മാസം ചെയ്താൽ നിങ്ങൾക്ക് ഫ്രീ പൊടിച്ച് 2515 കിട്ടും. ഇനി അഥവാ നിങ്ങൾ കസ്റ്റമറെ കണ്ടുപിടിക്കാൻ സാധിക്കുവാണെങ്കിൽ 14-ാം തീയതി ഡേറ്റ് ഉണ്ട്. നിങ്ങൾ 300 PV തന്നെ ചെയ്യാൻ സാധിക്കുവാണെങ്കിൽ അത് 4 മാസം ചെയ്ത് 7500 പ്രൊഡക്റ്റ് ഫ്രീ കിട്ടും കേട്ടോ. വേണമെങ്കിൽ ചെയ്താൽ മതി. അതിനുവേണ്ടി സാധനം ബൾക്കായി വാങ്ങിച്ചു വെക്കരുത്, പൈസ കളയരുത്. ഫ്രീ പ്രൊഡക്റ്റ് കിട്ടാൻ വേണ്ടി ഒരിക്കലും നിങ്ങൾ പൈസ കളയരുത് കേട്ടോ. നമുക്ക് കസ്റ്റമർ ഉണ്ടെങ്കിൽ മാത്രം മെയിൻറ്റെയിൻ ചെയ്ത് ഒരിക്കലും പ്രൊഡക്റ്റ് ബൾക്കായി വാങ്ങിക്കാനോ ആ ഒരു ഫ്രീ പ്രൊഡക്റ്റ് 2500 ഫ്രീ പ്രൊഡക്റ്റ് കിട്ടാൻ വേണ്ടി നിങ്ങളുടെ വീട്ടിൽ സാധനം സ്റ്റോക്ക് ആവരുത്. പക്ഷേ സ്റ്റോക്ക് ആയാലും നഷ്ടം നമുക്ക് കൊടുക്കാൻ സാധിക്കും, ഉപയോഗിക്കാൻ സാധിക്കും. ഒന്നുമില്ല, നമ്മുടെ പ്രൊഡക്റ്റ് എല്ലാം ഉപയോഗിക്കേണ്ട പ്രൊഡക്റ്റാണ്. പക്ഷെ അത് കൊടുക്കാനുള്ള മൈൻഡ് കാണിക്കും. അല്ലെങ്കിൽ വീട്ടിൽ സ്റ്റോക്കായി ബൾക്കായി വെച്ചിട്ട് നെഗറ്റീവ് ആക്കരുത്. സോപ്പും പേസ്റ്റും വലിയതായിട്ട് പോകുന്നുണ്ട്, അതാണ്. അത് നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങിച്ച വ്യക്തി ചോദിച്ചു. അതെ. അപ്പൊ പതുക്കെ ആ വാങ്ങിക്കുന്ന വ്യക്തിക്ക് അവരോട് പറയാം, സോപ്പ് പൊടി ഉണ്ട്, ഇന്നതുണ്ട്, ഹെയർ ഓയിൽ മുടി വളരാൻ നല്ലതാണ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും സന്തോഷം വരും. ഷാമ്പൂ തലയിൽ പേനും ധാരണം പോകുന്ന എല്ലാവർക്കും സന്തോഷം വരും. ഭയങ്കര റിസൾട്ട് ഉണ്ട്. അപ്പൊ അതിന് ഓരോ ഐറ്റംസ് കൊടുത്ത് ഈ കസ്റ്റമർ വന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, വേറെ ആരെങ്കിലും സംശയം ഉണ്ടോ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാറേ. ഗുഡ് മോർണിംഗ് പറയൂ. സാർ, ഈ മാഡം ഇപ്പം സംസാരിച്ച മാഡം ഈ 300 PV ചെയ്തെന്ന് പറയുന്നത് അത് 300 കൺസിസ്റ്റൻസി ആണോ? അത് അവര് കഴിഞ്ഞ മാസം ബിസിനസ് സ്റ്റാർട്ട് ചെയ്തവരാ. അവര് 2-3 പ്രാവശ്യം ബില്ല് ചെയ്തപ്പോൾ 300 PV ആയി.
ആ എപ്പോ ചെയ്താലും മതി. ആ അത് ശരി. അപ്പൊ ഫസ്റ്റ് അവർക്ക് പർച്ചേസ് അവരുടെ ആ ആ ഓക്കെ ഓക്കെ ജോയിനിങ് മാസം എപ്പോ ചെയ്താലും കൺസിസ്റ്റൻസി. ഓക്കെ ഓക്കെ ശരി. ജോയിൻ ചെയ്ത മാസം നിങ്ങൾ 15-ാം തീയതി അല്ല 20-ാം തീയതി ചെയ്താലും അത് കൺസിസ്റ്റൻസി പെടും. ഓക്കെ. അതുപോലെ ഈ ജാസ്മിൻ മാഡം ഇപ്പൊ 300 PV ചെയ്തെന്ന് പറഞ്ഞില്ല. ഈ 300 PV ചെയ്തത് അവർക്ക് ഇപ്പൊ 100 PV ചെയ്തു, 14-ാം തീയതി കൂടെ 100 PV ചെയ്തു, 15-ന് ശേഷം ഒരു 50 PV ചെയ്ത് കഴിഞ്ഞാലും അത് കൺസിസ്റ്റൻസിക്ക് ശേഷമുള്ള ഓഫറിലേക്ക് മാറും. അത് അവരുടെ അപ്ലയൻസ് ഒക്കെ പറഞ്ഞു കൊടുക്കും. ചില അപ്ലയൻസ് ഒന്നും ശ്രദ്ധിക്കത്തേയില്ല. ഞാൻ എല്ലാവർക്കും എനിക്കറിയുന്ന ഒരുവിധം എല്ലാവർക്കും ഞാൻ പറഞ്ഞു കൊടുക്കാറ്. ഇപ്പൊ എനിക്ക് എല്ലാവരും അറിയുന്നില്ല, ആരൊക്കെ എൻ്റെ താഴെ ഒന്നും പോലും എനിക്ക് അറിയുന്നില്ല. അപ്പോൾ അപ്ലയൻസ് എല്ലാ ലീഡേഴ്സും നിങ്ങളുടെ ടീമിലെ കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യണം. അവരുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. കാരണം പുതിയ വ്യക്തിക്ക് ഒന്നും അറിയത്തില്ല. ജോയിൻ ചെയ്ത വ്യക്തി സാധനം വാങ്ങിക്കാൻ ഷോപ്പിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം എത്ര രൂപക്കാണ് സാധനം വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത്, അതിന്റെ ഫ്രീ പ്രൊഡക്റ്റിന്റെ കാര്യം പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. പറയൂ മുഹമ്മദ് നൂർ ക, പറയൂ. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? പിന്നെ ഒരു സംശയം കൂടെ ഉണ്ട് സാറേ. പിന്നെ 20 PVക്ക് മുകളിൽ എന്റെ താഴെയുള്ളവരെ 20 PVക്ക് മുകളിൽ ചെയ്താലും അവർക്ക് ചെറിയൊരു വരുമാനം കിട്ടൂലേ? ചെറിയൊരു പൈസ. ആ ആ ആ. അത് അവർക്ക് 20 അത് 20 പറയും 20 PVക്ക് മുകളിൽ പിന്നെ എല്ലാ മാസവും ചെയ്യുവാണെങ്കിൽ അവർക്ക് ചെറിയ വരുമാനം കിട്ടുമല്ലോ അല്ലേ? ഇല്ല, 30 PV ചെയ്യുമ്പോഴാണ് നമ്മുടെ ഇൻകം നമ്മുടെ അക്കൗണ്ടിലേക്ക് വരിക. അത് ഹോൾഡായി വെക്കും. മിനിമം 30 PV ചെയ്യുമ്പോഴാണ് നമ്മുടെ വരുമാനം നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ നമ്മള് ബാങ്കിന്റെ ഡീറ്റെയിൽസ് കൊടുത്താൽ മാത്രമേ ഉള്ളൂ അക്കൗണ്ടിൽ വരുള്ളൂ? അല്ല, അക്കൗണ്ട് ബാങ്ക് ഡീറ്റെയിൽ കൊടുത്തില്ലെങ്കിൽ വൗച്ചർ ആക്കി തരും. 500 രൂപക്ക് വരെ നമുക്ക് വൗച്ചർ അപ്ലിക്കേഷനിൽ വരും. 500 രൂപക്ക് മേലെയാണെങ്കിൽ ചെക്കായിട്ട് എവിടെയെങ്കിലും ഷോപ്പിലേക്ക് കൊടുത്തു വിടുക. അതാണ് ഭയങ്കര ബുദ്ധിമുട്ട്. കാരണം ഇപ്പം 500 രൂപക്ക് മേലെ ചെക്ക് അയക്കും കമ്പനി. ചെക്ക് വന്നാൽ ഏതെങ്കിലും ഷോപ്പിലേക്ക് അയക്കുക. അത് 1-2 പ്രാവശ്യം അയക്കും. 1-2 പ്രാവശ്യം മാത്രമേ ചെക്ക് അയച്ചു, പിന്നെ ചെക്ക് അയക്കത്തില്ല. പിന്നെ കമ്പനി അക്കൗണ്ട് നമ്പർ കൊടുക്കാൻ പറയും. അപ്പൊ എനിക്ക് കഴിഞ്ഞ മാസം അല്ല ആദ്യത്തെ മാസത്തെ പൈസ എനിക്ക് വന്നു. അപ്പൊ ഞാൻ അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് ഒന്നും കൊടുത്തില്ല. അപ്പൊ അത് വൗച്ചറായിട്ട് വന്ന് കിടക്കുമല്ലേ? വൗച്ചർ അവിടെ അപ്ലിക്കേഷൻ ഉണ്ടാവില്ല, വന്നിട്ട് അത് പിറ്റത്തെ മാസം 10-ാം തീയതി വന്നിട്ടുണ്ടാവും. അത് വന്നായിരുന്നു. അത് സാധനം വാങ്ങിക്കുമ്പോൾ ഷോപ്പിലേക്ക് കൊടുത്താൽ മതി, അവർ ബില്ലടിച്ച് തരും. സാധനം വാങ്ങിക്കുന്ന സമയത്ത് ആ വൗച്ചർ കുറച്ച് ആ എമൗണ്ട് കുറച്ച് കൊടുത്താൽ മതി. ഇനി ആയിക്കോട്ടെ, ഡൗട്ട്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. നമ്മൾ കൺസിസ്റ്റൻസി ചെയ്യുമ്പോൾ 14-ാം തീയതിക്ക് ശേഷമുള്ള പർച്ചേസിന് ഒരു ഓഫർ പറഞ്ഞല്ലോ, അത് എത്രയാണ് കിട്ടുന്നത്? അതിപ്പോ നിങ്ങൾ 100 PV 14-ാം തീയതിക്കുള്ളിൽ ചെയ്യണം. അത് 100 PV ചെയ്തതിന് ശേഷം നിങ്ങൾ 20 PVക്ക് മേലെ കണ്ടിന്യൂ 4 മാസം ചെയ്താൽ മതി. അപ്പൊ എത്രയാണ് കിട്ടുന്നത്? 20 PV ഒരു PVക്ക് 4 രൂപ വെച്ചു. 4 രൂപ. ഒരു PVക്ക് 4 രൂപ എന്ന് വെച്ചാൽ മിനിമം 20 ഉണ്ടാവുകയും വേണം. അത് 20-ന് മേലെ എത്രയായാലും കുഴപ്പമില്ല. അത് 4 മാസം മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ. അപ്പൊ 4 മാസം വരെ 80 PV. 80-ഓ 100-ഓ എത്ര, 80-ന് മേല എത്രയാണ്? 100 PV ഉണ്ടെങ്കിൽ അപ്പൊ 400 രൂപ വൗച്ചർ കിട്ടൂല്ലേ? അപ്പൊ 100 PV എന്ന് പറയണെങ്കിൽ ഏകദേശം എത്ര രൂപ ആയിട്ടുണ്ടാവും? 3000 രൂപ മേലുണ്ടോ? 3000-ന് മേലുണ്ടോ? ഓക്കെ. അതുപോലെ കൃഷിക്ക് ഉപയോഗിക്കുന്ന സാധനം എന്താണ്, എങ്ങനെയാണ് അതിന്റെ ഉപയോഗം? അത് ഏത് കൃഷിയാണ് അതൊക്കെ നോക്കണം. അത് സ്റ്റാർട്ടിങ് ആണോ, മണ്ണ് കിളച്ച് നടുന്ന സമയമാണോ, അല്ലെങ്കിൽ അതിന് എല്ലാം നോക്കണം. അത് നോക്കിയിട്ട് പറഞ്ഞുതരും. അത് നിങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് എന്തിനാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചാൽ ഒക്കെ പറഞ്ഞുതരും. നെൽകൃഷിക്കോ അല്ലെങ്കിൽ കവുങ്ങിനോ തെങ്ങിനോ വാഴക്കോ ചെടികൾക്കാണോ പച്ചക്കറിക്കാണോ എന്താണെന്ന് ചോദിച്ചാൽ അത് പറഞ്ഞുതരാം. പലതിനും പല പ്രൊഡക്റ്റ് ആണ് അല്ലേ? അല്ല, പ്രൊഡക്റ്റ് എല്ലാം സെയിം തന്നെയാണ്, പക്ഷെ അത് കൊടുക്കുന്ന രീതികളും എല്ലാം വ്യത്യാസം ഉണ്ടാവും. 7 തരം പ്രൊഡക്റ്റ് ഉണ്ട്. മണ്ണ് കിളക്കുന്ന തൊട്ടിട്ട് അതിന്റെ കായ്കൾ വരുന്ന ഫലങ്ങൾ കിട്ടുന്ന വരെയുള്ള പ്രൊഡക്റ്റുകളുണ്ട്. വെള്ളം ശേഖരിച്ച് വെക്കാനുള്ള അക്വാജലുണ്ട്. അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. കായ്കൾ പൊഴിയാതിരിക്കാനുള്ള, പൂക്കൾ പൊഴിയാതിരിക്കാനുള്ള സാധനങ്ങളുണ്ട്. അപ്പോൾ പല പല ഐറ്റംസ് ഉണ്ട്. അത് നമ്മുടെ നാട്ടില് എല്ലാ ജില്ലകളിലും ഇതിന്റെ അഗ്രി ട്രെയിനിങ് വരുന്നുണ്ട്. എല്ലാ മാസവും ഒന്ന് വരും. അത് നമ്മുടെ ഗ്രൂപ്പിൽ അഗ്രി ട്രെയിനിങ് എന്നിട്ട് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചോദിച്ചാൽ മതി. ഈ ട്രെയിനിങ് നിങ്ങളുടെ അടുത്താണ്, വളഞ്ചേരി പാലക്കാട് എവിടെ വരുന്ന സമയത്ത് അടുത്താണെങ്കിൽ പോയി അറ്റൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവിടെ ആ സാറ് എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരും. അവിടെ പോയി അദ്ദേഹം ഒരു പ്രാവശ്യം പരിചയപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹം നമ്പർ തരും, വാട്സപ്പ് നമ്പർ തരും. പിന്നെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.
നമുക്ക് ട്രെയിനിങ്സ് ഒരുപാട് അവൈലബിൾ ഉണ്ട്. ഈ കമ്പനി CND എന്ന് പറഞ്ഞാൽ ട്രെയിനിങ് തരുന്നുണ്ട്. CND എന്ന് പറഞ്ഞാൽ ഈ നമ്മളെ വെസ്റ്റേജിന്റെ പ്രൊഡക്റ്റ് മാർക്കറ്റിലെ പ്രൊഡക്റ്റ് തമ്മിൽ എന്താണ് വ്യത്യാസം എന്നുള്ളത് അത് നമുക്ക് ശരിക്കും മനസ്സിലാക്കി തരുന്നത്. സെല്ലുലാർ ന്യൂറിഷ്മെന്റ് ടെക്നോളജി ഉപയോഗിച്ച പ്രൊഡക്റ്റ് ആണ്. എന്ന് വെച്ചാൽ പ്രകൃതിക്കോ മനുഷ്യനോ ഹാനികരമാവുന്ന ഒരു കെമിക്കലും ഇല്ലാത്ത പ്രൊഡക്റ്റ് ആണ് വെസ്റ്റേജിന്റെ. ആ ക്ലാസ്സുകളൊക്കെ കമ്പനി നേരിട്ട് വന്നിട്ട് നമ്മുടെ ജില്ലകളിൽ വന്നിട്ട് നമ്മുടെ വീടിന് അടുത്തുള്ള സ്ഥലങ്ങളിൽ വന്നിട്ട് ട്രെയിനിങ് തരുന്നുണ്ട്. അത് നമ്മൾ പറയുന്ന സ്ഥലത്ത് വേണമെങ്കിൽ അവർ ചെയ്തു തരും. നമുക്ക് ഒരു 10-30 പേരെ പങ്കെടുപ്പിക്കാൻ പറ്റും, അവിടെ വന്ന് ചെയ്തു തരും. അത് കമ്പനി ഹോട്ടൽ റൂം എടുത്ത് ആ റൂമിന്റെ വാടക കമ്പനി കൊടുത്തിട്ട് നമ്മളവിടെ പോയി അറ്റൻഡ് ചെയ്താൽ മതി. നമുക്ക് ടീം ഡെവലപ്പ് ആക്കാൻ പറ്റും. ഇപ്പോൾ മുഹമ്മദ് ഭായിക്ക് നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തൊരു ട്രെയിനിങ് വേണം, ഒരു 30-40 പേരൊക്കെ പങ്കെടുപ്പിക്കാൻ പറ്റുന്ന ഉറപ്പുണ്ടെങ്കിൽ കമ്പനി അവിടെ വന്ന് ചെയ്തേരാൻ തയ്യാർ. പക്ഷെ അത്ര റിസ്ക് ആരും എടുക്കില്ല. കാരണം നമ്മൾ പറഞ്ഞ് 30 പേര് വന്നിട്ടില്ലെങ്കിൽ ആ കമ്പനിക്ക് എക്സ്പെൻസ് നഷ്ടം. അതുകൊണ്ടാണ് ഈ സ്ഥലങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ വളാഞ്ചേരി, തിരൂർ, അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ എല്ലാ മാസങ്ങളും ചെയ്യുന്നുണ്ട്. ആ സ്ഥലത്ത് തന്നെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുക. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് തളിപ്പറമ്പ് എന്ന സ്ഥലത്ത് നമുക്ക് ഒരുപാട് ആൾക്കാരുള്ളതുകൊണ്ട് റിക്വസ്റ്റ് ചെയ്തപ്പോൾ തളിപ്പറമ്പിൽ കിട്ടി. കാസർഗോഡ് നമ്മൾ റിക്വസ്റ്റ് ചെയ്തപ്പോൾ സാറ് വന്ന് ചെയ്തെന്ന് 100 പേര് ഫസ്റ്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഭയങ്കര ഹാപ്പി സാറിന്. അടുത്ത മാസം അതേപോലെ വെച്ചപ്പോൾ അത് 50 പേരായിപ്പോയി. അതിൻ്റെ അടുത്ത മാസം വെച്ചപ്പോൾ അത് 25 പേരായി. അപ്പോൾ പിന്നെ കമ്പനി സ്റ്റോപ്പ് ചെയ്തു. കാരണം വരുന്നവർ പിന്നെ അവരെ കൊണ്ടുവരുന്നില്ല, അത് യൂട്ടിലൈസ് ചെയ്യുന്നില്ല. അപ്പോൾ കമ്പനിക്ക് എക്സ്പെൻസ് നഷ്ടം. കാരണം ഇതിൻ്റെ എല്ലാ എക്സ്പെൻസും കമ്പനി അയച്ചു കൊടുക്കണം. ഇത്ര രൂപ ചെലവാക്കി ഇത്ര ആൾക്കാർ വന്നിട്ടുണ്ട്. നമ്മുടെ താഴെ ഈ ഡൗൺലൈനിന്റെ ആളുകൾ ചേർന്നത് നമുക്ക് കയ്യിൽ ഇപ്പോൾ ഒരു 5 ആൾ ചേർന്നു, ഒരു 5000 രൂപ വീതം 25,000 രൂപയുടെ പർച്ചേസ് ചെയ്തു. അതാണോ 25 ആൾ ചേർന്നു 1000 രൂപ വീതം പർച്ചേസ് ചെയ്തു, അപ്പോൾ 25,000 രൂപ? ഏതാണ് ഈ നമുക്ക് ഗുണകരമാവുക? ആളുകളുടെ എണ്ണം കൂടുന്നതാണോ അത് പർച്ചേസ് കൂടുന്നതാണോ? നമുക്ക് ആളുടെ എണ്ണം ടേൺ ഓവർ ആണ്. നമ്മൾ എത്ര രൂപയുടെ ബിസിനസ് നിങ്ങൾ ചെയ്യാൻ പറ്റുമോ, അത് ഒരാളായിക്കോട്ടെ 10 ആളായിക്കോട്ടെ, ബെനിഫിറ്റ് നമുക്ക് സെയിം ആണ്. അത് ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പം 60,000 രൂപയുടെ ബിസിനസ് നമ്മൾ ചെയ്യുന്ന വെച്ചോ, അത് മുഹമ്മദ് ഭായി ഒറ്റയ്ക്ക് സ്വന്തമായിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ നിങ്ങൾ ഏത് ശതമാനം 5%-ത്തിലാണെങ്കിൽ ആ 60,000 രൂപയുടെ 5% നിങ്ങൾക്ക് ഫുള്ളായി കിട്ടും. നിങ്ങൾ 16%-ത്തിലുള്ളെങ്കിൽ അതിന്റെ 16% നിങ്ങൾക്ക് തന്നെ കിട്ടും. 16%-ത്തിന് മേലെ ഇല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മേലെ ഞാനാണ് ഉള്ളതെങ്കിൽ, ഞാനാണ് മുഹമ്മദ് ഭായിനെ കൊണ്ടുവന്നെങ്കിൽ ഞാനും 16%-ത്തിലുള്ള, മുഹമ്മദ് ഭായി 16%-ത്തിലുള്ളെങ്കിൽ നിങ്ങൾ 1 ലക്ഷം രൂപയുടെ സാധനം നിങ്ങൾ ഒറ്റയ്ക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ 1 ലക്ഷം രൂപയുടെ 16% നിങ്ങൾക്ക് കിട്ടും. എനിക്ക് അതിനകത്തൊന്നും വരും. 16% ഞാനും നിങ്ങളും 16% ആണെങ്കിൽ, ഇനി അഥവാ നിങ്ങൾ 12%-ത്തിലുള്ള ഞാൻ 16-ലുള്ളെങ്കിൽ അതിനകത്ത് 4% എനിക്ക് വരും. ഈ 16% കിട്ടണമെങ്കിൽ മിനിമം എത്ര പർച്ചേസ് ചെയ്യണം? ടീമിന്റെ അല്ല, 5500 പോയിന്റ് നമ്മൾക്ക് ക്യുമുലേറ്റീവ് ആയിട്ട് നിങ്ങൾ സാധനം വാങ്ങിക്കുന്ന പോയിന്റില് കഴിഞ്ഞ മാസം വാങ്ങിച്ച പോയിന്റും ഈ മാസം വാങ്ങിച്ച പോയിന്റും അടുത്ത മാസം വാങ്ങിച്ച പോയിന്റും നമ്മുടെ ടീമിലെ ആൾക്കാർ വാങ്ങിച്ച പോയിന്റും ഏടായി ക്യുമുലേറ്റീവ് ആയിട്ട് 5500 പോയിന്റ് ആയി കഴിഞ്ഞാൽ 16% ആയി. 5500 PV PV ആയി കഴിഞ്ഞാൽ 16%. ഓക്കെ. അപ്പൊ നമ്മൾ മുമ്പ് വാങ്ങിച്ചതൊക്കെ എത്ര മാസം കൊണ്ട് ആവണമെന്നുണ്ടോ? ഒന്നുമില്ല, 1 വർഷമോ 2 വർഷം 5 വർഷമോ 10 വർഷമായാലും കുഴപ്പമില്ല. 5500 PV എപ്പോഴാണ് നിങ്ങൾ അന്ന് 16%. ഇപ്പൊ നമ്മള് അന്ന് മുതൽ 16 ആണോ അതെ അതുവരെ വാങ്ങിയതിനും മൊത്തം 16 പരിഗണിക്കുമോ? അതുവരെ വാങ്ങിയ നമുക്ക് എല്ലാ മാസം വാങ്ങിച്ചാൽ അടുത്ത മാസം തരുന്നില്ല. പിന്നെ അത് പഴയതൊന്നും പെൻഡിങ് ഒന്നും ഇല്ല, എല്ലാം കഴിഞ്ഞ മാസം ചെയ്തു. നിങ്ങൾ കഴിഞ്ഞ മാസം വാങ്ങിച്ചത് ഇമ്പോസിറ്റ് കഴിഞ്ഞ മാസം വാങ്ങിയത് നമുക്ക് 5% കിട്ടിയത്. പിറ്റത്തെ മാസം നമ്മൾ ഈ 5500 PV എത്തി, അതടക്കം 5500 എത്തിയാൽ 1000 തവണ നമുക്ക് 5% കിട്ടിയിട്ടുണ്ടല്ലോ. അത് അത്രേ കിട്ടുള്ളൂ. അല്ല നിങ്ങൾ മുന്നേ വാങ്ങിച്ചത് മുന്നേ കഴിഞ്ഞു, ഇനി പറ്റില്ല കേട്ടോ. എന്നാണോ 5500 എത്തി അന്ന് മുതൽ പിന്നെ അന്ന് മുതൽ നമ്മൾ എത്ര സാധനം വാങ്ങിക്കുമ്പോൾ അത് 16% നമ്മൾ വാങ്ങിക്കും, നമുക്ക് 16% കിട്ടും. അപ്പൊ ഈ സമയത്ത് ഈ നിങ്ങൾ 16% എത്തുന്ന സമയത്ത് നിങ്ങൾ ഒറ്റക്കാരില്ല, താഴെ എന്തെങ്കിലും കുറച്ച് ആൾക്കാരുണ്ടോ അല്ലെ? ഇപ്പൊ നിങ്ങൾ എന്നെയാണ് ജോയിൻ ചെയ്യിപ്പിക്കുന്നെങ്കിൽ, മുഹമ്മദ് ഭായി എന്നെയാണ് ജോയിൻ ചെയ്യിപ്പിക്കുന്നെങ്കിൽ, ഞാൻ പുതിയ ഇന്നാണ് എന്നെ ജോയിൻ, നിങ്ങൾ 16%-ത്തിലുള്ള സമയത്താണ് എന്നെ ജോയിൻ ചെയ്യിപ്പിക്കുന്നെങ്കിൽ ഞാനൊരു 3000 രൂപയുടെ സാധനം ഒരു 100 PV വാങ്ങിച്ചാൽ എനിക്ക് 5% കിട്ടും, ബാക്കി 11% നിങ്ങളിലേക്ക് വരും. നിങ്ങൾ അഥവാ ഞാനിപ്പോൾ 8%-ത്തിലാണെങ്കിൽ ബാക്കി 8% നിങ്ങൾക്ക് വരും. ഞാൻ 12%-ത്തിലുള്ളെങ്കിൽ നിങ്ങൾക്ക് 4% കിട്ടും. ഞാൻ 16 എത്തിക്കഴിഞ്ഞാൽ, ഞാൻ വെറുതെ നിൽക്കില്ലല്ലോ, ഞാൻ വർക്ക് ചെയ്യുന്നല്ലോ അല്ലേ. അപ്പൊ ഞാൻ 16 എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ ഒന്നും വരുത്തില്ല, പക്ഷെ ഇതിന് വേറെ ലിംഗത്തിലേക്ക് പോകും കുറച്ച് കഴിയുമ്പോൾ. അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഈ കാണുന്ന ഇതിൽ പല ആൾക്കാരും 16% എത്തിയ ആൾക്കാർ എൻ്റെ ടീമിൽ. ഭീമ 16 വിനോദ് സാർ 16, ഷാമിന ടീച്ചർ, സുഷിത മേഡം, ഇതിൽ പല ആൾക്കാരും 16% എന്ന് വെച്ച് ഞാൻ അവർ സഹായിക്കാതിരിക്കുന്നില്ല. കാരണം എനിക്കത് ലീഡർഷിപ്പ് ബോണസിലേക്ക് മാറുന്നുണ്ടാവും. എന്ന് വെച്ചാൽ ഒരു ടീമിൽ നിന്ന് ഇപ്പൊ മുഹമ്മദ് ഭായി എൻ്റെ ഒരു ടീമാണെങ്കിൽ താങ്കൾ അത് വർക്ക് ചെയ്ത് 16% എത്തിക്കഴിയുമ്പോൾ എനിക്ക് പിന്നെ അവിടെ വരുമാനം ആ ലെവലിൽ വരുമാനം വരത്തില്ല.
നിങ്ങളുടെ ആ. ടീമിൽ നിന്നും എപ്പോഴാണോ 6000 5620, ഞാൻ റൗണ്ട് ഫിഗർ ആയി പറയാം, 6000 PV എന്ന് കൂട്ടിക്കോ, 5625 റൗണ്ട് ഫിഗർ ആയിട്ട് ഒരു 6000 PV മുഹമ്മദ് ഭായിന്റെ ടീമിൽ നിന്ന് എനിക്ക് വരാൻ തുടങ്ങി കഴിഞ്ഞാൽ എനിക്ക് ലീഡർഷിപ്പ് ഓവർ റൈഡിങ് ബോണസ് എന്ന് പറഞ്ഞ സാധനം വരും. എന്ന് ഓക്കെ. വെച്ചാൽ 10,000-ന് മേലെ ഒരു വരുമാനം വാങ്ങിക്കുന്ന പൊസിഷനാണ് അത്. നിങ്ങളുടെ ടീമിൽ നിന്ന് എല്ലാ മാസവും 6000 വരുവാണെങ്കിൽ LOB എന്ന് പറഞ്ഞൊരു ഇൻകം നമുക്ക് സ്റ്റാർട്ട് ആവും. ആഹാ. അതാണ് ഏറ്റവും വലിയ ഇൻകം കേട്ടോ. ഏറ്റവും വലിയ ഇൻകം അതെ. ലോബിയാണ്. 6000 PV മുഹമ്മദ് ഭായി ടീമിലാകുമ്പോൾ അത് എനിക്ക് ഒരു LOB ആയി മാറി. നിങ്ങളുടെ ടീമിൽ 7000 ആകുമ്പോൾ അത് കൂടിക്കൊണ്ട് 8000 ആകുമ്പോൾ അത് കൂടും, 10,000 ആകുമ്പോൾ കൂടും, 20,000 ആകുമ്പോൾ കൂടും. അതെല്ലാം എനിക്ക് ലീഡർഷിപ്പിലേക്ക് കൂടി വരും, എമൗണ്ട് കൂടിക്കൊണ്ട് വരും. അപ്പൊ നിങ്ങളുടെ താഴെ ഒരു വ്യക്തിക്ക് വന്നു കഴിഞ്ഞാൽ, നിങ്ങളുടെ താഴെയുള്ള വ്യക്തിക്ക് 6000 PV വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് LOB സ്റ്റാർട്ട് ആവും. എനിക്ക് അപ്ലൈൻ ഗ്യാരണ്ടി എന്ന രീതിയിൽ ഒരു മിനിമം എമൗണ്ട് നമുക്ക് അടക്കിട്ടുള്ളൂ. ഒരു 10,000 രൂപ എമൗണ്ട് എനിക്ക് കിട്ടുള്ളൂ. നിങ്ങൾക്ക് 6000 PVക്ക് എത്രയാണോ അതിന് മേലെ എത്ര വന്നാലും അത് കംപ്ലീറ്റ് നിങ്ങളിലേക്ക് വരും. എനിക്ക് കുറച്ച് കുറയും കേട്ടോ. ഓക്കെ. എന്റെ എമൗണ്ട് കുറയും. 5500 PV എന്ന് പറയുമ്പോ ആയ അന്ന് മുതൽ പിന്നെ അല്ലല്ല, 16 amount. അതൊന്നും കൂടില്ല. എല്ലാ എമൗണ്ട് ബോണസ് എല്ലാം അതാത് മാസത്തെ ബിസിനസ് ആണ്. ഓക്കെ. നമുക്ക് 5500 എന്ന് തികഞ്ഞോ അന്ന് മുതൽ പിന്നെയുള്ള ഓരോ ചെറിയ പർച്ചേസിനടക്കം 16 കിട്ടുന്നു അല്ലേ? ആ, പിന്നെ ടാർഗറ്റ് ഇല്ലല്ലോ. പിന്നെ ടാർഗറ്റ് ഇല്ല. ഓക്കെ. എപ്പോഴും 5500 ടാർഗറ്റ് ഇല്ല, PV. എപ്പോഴും ടാർഗറ്റ് ഒന്നുമില്ല. നിങ്ങൾക്ക് 16% എത്തിക്കഴിഞ്ഞാൽ എല്ലാ മാസം ചെയ്യുന്നതിൽ സ്വന്തം പർച്ചേസിംഗിന് 16% കിട്ടും. അതൊക്കെ ചെറിയ ക്യാഷാണ്, ചെറിയ എമൗണ്ട് ആണ്. ഓക്കെ. 16% ചെറിയ ആ. എമൗണ്ട്. പക്ഷെ ഇതില് നമ്മൾ ടീമിൽ നടക്കുന്ന ബിസിനസ് ആണ് വലിയ. ഗ്രൂപ്പ് വോളിയമാണ് ഏറ്റവും വലിയ ഇൻകം കേട്ടോ. അതെ അതെ അതെ. ഗ്രൂപ്പ് വോളിയം ഈ വർദ്ധിക്കും, 5000 ടേൺ ഓവർ 5500 വർദ്ധിക്കും. 5500 PV എന്ന് പറയുമ്പോൾ ടോട്ടൽ എത്ര എമൗണ്ട് വരുന്നുണ്ടാവും ഏകദേശം? 1,65,000 രൂപയുടെ ബിസിനസ് ആണ് കണക്കാക്കുന്നത്. ഓക്കെ ഓക്കെ. അതിന് മുഹമ്മദ് ഭായി ഒന്ന് ചിന്തിക്കുക, 22 ദിവസം കൊണ്ട് 24,000 വരുമാനം വാങ്ങിച്ച ആൾക്കാർ എൻ്റെ ടീമിലുണ്ട്. 22 ദിവസം കൊണ്ട് ആ. അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ ജോയിൻ ചെയ്തു. അവരെ 2 ഫ്രണ്ട്സ് പുതിയ വീട് വെച്ചു, ഹൗസ് വാമിങ് നടക്കുകയായിരുന്നു. അപ്പോൾ 2 വീട്ടിലും അവർ വാട്ടർ പ്യൂരിഫയർ ഉണ്ട് ചോദിച്ചു, വേണം വെച്ചു. പുതിയ വാട്ടർ പ്യൂരിഫയർ വെക്കുന്നുണ്ട് വെച്ച്, ഞാൻ തരാം, നമ്മുടെ കമ്പനിക്ക് ഷാർപ്പ് കമ്പനിയുടെ വാട്ടർ പ്യൂരിഫയർ നമ്മുടെ കമ്പനിയിൽ ഉണ്ടോ വെച്ചാൽ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോൾ 2 പേരും 2 വാട്ടർ പ്യൂരിഫയർ വാങ്ങിച്ചു. 1000 2000 PV ആയി. പിന്നെ അവർ കുറച്ച് കസ്റ്റമർ, അവരുടെ ഫ്രണ്ട്സ് ഒക്കെ ഉള്ളവർ, പല സ്ഥലത്തെ ഫ്രണ്ട്സുകളുണ്ട്, അവരോട് കുറച്ച് ഓർഡർ, ഒരു 5000 രൂപയുടെ 4000 രൂപ ഓർഡർ 4-5 കസ്റ്റമർ കണ്ടുപിടിച്ചിട്ട് അവർക്കും കുറച്ച് സാധനം പർച്ചേസ് ചെയ്ത് കൊടുത്തു. ബാക്കി അവർ ഒരു ടീമിലൂടെ കുറച്ച് വർക്ക് ചെയ്ത് ഒരു മാസം 22 ദിവസം വർക്ക് ചെയ്ത് കുറച്ച് വോളിയം കൊണ്ട് 4500 PV ഒറ്റ മാസം കൊണ്ട് 4500 PV ആയി. ആ ജോയിൻ ചെയ്ത മാസം 4500 PV ആയി. വാട്ടർ പ്യൂരിഫയർ എന്ത് വില വരുന്നുണ്ട്? വാട്ടർ പ്യൂരിഫയർ വെച്ച് വിലയാണ് 33,000 മേലെയുണ്ട്. വില കൂടിയതാണ് അല്ലേ? വില കൂടിയ ഷാർപ്പിന്റെ ആണ്. അത് വേറെ ലെവലാ സാധനം കേട്ടോ. നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്ന പോലത്തെ വാട്ടർ പ്യൂരിഫയർ അടിപൊളി വാട്ടർ പ്യൂരിഫയർ, സ്റ്റാൻഡേർഡ് സാധനം. എന്താ വ്യത്യാസം? അതിന്റെ ഫിൽറ്റർ ക്വാളിറ്റിയുള്ള ഫിൽറ്റർ ആണ്. 6 ഫിൽറ്റർ അതിൻ്റെ അകത്തുണ്ട്. നമ്മൾ ഗ്ലാസ്സിലേക്ക് വെള്ളം വീഴുന്നത് വരെ ഫിൽറ്റർ ചെയ്യുന്ന സാധനം. ഓ. നമ്മുടെ നാട്ടിൽ അക്വാൻ്റെ ഒക്കെ ഒരു പൈപ്പാണ്, ആ പൈപ്പിന്റെ അകത്തൊക്കെ വെള്ളം കെട്ടി കിടക്കുന്നില്ല. ഈ വെള്ളം കെട്ടി കിടക്കുന്ന സാധനം നമ്മൾ കുടിക്കുന്നത്. അതെ അതെ. ഫിൽറ്ററിൽ നിന്ന് വെള്ളം പൈപ്പിലേക്ക് വന്ന ആ പൈപ്പിലെ വെള്ളം നമ്മുടെ ഗ്ലാസ്സിലേക്ക് വന്ന അത് മോശമല്ലേ? അതെ 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 അതെ. ഇത് ഷാർപ്പിന്റെ വാട്ടർ പ്യൂരിഫയർ ഒരുപാട് പ്രത്യേകതയുണ്ട്. 6ഓളം ഫിൽറ്റർ അതിനകത്തുണ്ട്. സാധനം കാണാൻ തന്നെ സ്റ്റാൻഡേർഡാണ്, അടിപൊളി സാധനം. വീട്ടിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗജകേസരി യോഗമാണ്. അടിപൊളി ഫിറ്റ്. അത് വാങ്ങിച്ചവർക്ക് അറിയാം, നമ്മുടെ ടീമിൽ ഒരുപാട് ആൾക്കാർ വാങ്ങിച്ച് ഉപയോഗിച്ചു. സൂപ്പർ സാധനം. അതിന്റെ ഫിൽറ്റർ മാറ്റുന്ന സമയത്തൊക്കെ നമുക്ക് പോയിന്റ് വരും. അതിന്റെ ഫിൽറ്റർ നമുക്ക് വാങ്ങിക്കാൻ പറ്റും, ഇതിനെ തന്നെ വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഫിൽറ്റർ മാറ്റുന്ന കംപ്ലൈന്റ് വന്ന് മാറ്റുന്ന സമയത്ത് അതിനും പോയിന്റ് വരും. നമ്മൾ അതിന്റെ ഓർഡർ എടുത്ത് കൊടുത്താൽ അത് ആരാണ് ഫിറ്റ് ചെയ്ത് കൊടുക്കുക ചെയ്യാം? അതിന്റെ മുകളിൽ ഒരു നമ്പർ ഉണ്ട്, സർവീസ് സെന്റർ നമ്പർ ഉണ്ടാവും. ഷാർപ്പിന്റെ സർവീസ് സെന്റർ കേരളത്തിൽ എല്ലാ സ്ഥലത്തും ഉണ്ട്. അവർ വന്നിട്ട് ഫിറ്റ് ചെയ്ത് അതിന്റെ ഫിൽറ്റർ മാറ്റുന്നതെല്ലാം പറഞ്ഞു തരും. നമുക്ക് ഫിൽറ്റർ മാറ്റാം, നമുക്ക് തന്നെ മാറ്റാൻ പറ്റും. ആ ഒരു മെസ്സേജ് വരും, ഫിൽറ്റർ മാറ്റേണ്ട സമയമാകുമ്പോൾ അതിന് മെസ്സേജ്, ഇന്ന ഫിൽറ്റർ മാറ്റുന്ന മെസ്സേജ്. അപ്പോൾ ആ ഫിൽറ്റർ നമുക്ക് കമ്പനിയിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും. വാട്ടർ പ്യൂരിഫയർ നമ്മൾ അതൊക്കെ ആ മാസത്തെ എപ്പോഴും നമുക്ക് വാട്ടർ പ്യൂരിഫയർ മൂവ് ചെയ്യാൻ പറ്റില്ല. അതിലൊന്നും ഫോക്കസ് ചെയ്യണ്ട. അഥവാ കിട്ടുകയാണെങ്കിൽ മാത്രം വെറുതെ അതിന്റെ പിറകെ പോയി സമയം കളയും. ചില ആൾക്കാർ ഭയങ്കര വലിയ PV അല്ലേ, വലിയ പൈസ വെച്ച് അതിന്റെ പിറകെ പോകും. ഒരു മാസം നടന്നിട്ട് അയ്യോ വില കൂടുതൽ ആരും വേണ്ട പറഞ്ഞ ബിസിനസ് കളഞ്ഞു പോകുന്ന ആൾക്കാർ. അതിലൊന്നും ഫോക്കസ് ചെയ്യണ്ട. നമ്മൾക്ക് ആവശ്യമില്ല, വീട്ടിലേക്ക് റെഗുലർ ആയിട്ട് വാങ്ങിക്കുന്ന സാധനം അതാണ് സ്ഥിരമായിട്ട് നമുക്ക് ബിസിനസ്. അല്ല, വാട്ടർ പ്യൂരിഫയർ ഒരാൾ ഒരു പ്രാവശ്യം വാങ്ങിക്കും. പക്ഷെ നിങ്ങൾ ഒരു പേസ്റ്റും സോപ്പും ചായപ്പൊടിയും കുക്കിംഗ് ഓയിലും കൊടുത്തു കഴിഞ്ഞാൽ അത് അവർ ജീവിതകാലം മുഴുവൻ വാങ്ങിക്കുന്ന സാധനം, അവർ മക്കളും എല്ലാവരും വാങ്ങിക്കുന്ന സാധനം. അപ്പൊ എപ്പോഴും ആ രീതിയിൽ ചിന്തിക്കും. റെഗുലർ ബിസിനസ് നോക്കുക. ഏകദേശം സമയമായിട്ടുണ്ട്. എല്ലാവർക്കും ഡൗട്ടുകൾ ക്ലിയർ ആയിട്ടുണ്ടാവും. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈനോട് ചോദിക്കുക. നിങ്ങൾ നേരിട്ടുള്ള ബിസിനസ് ചെയ്യുന്ന വ്യക്തിയോട് ചോദിക്കുക. ചിലപ്പോൾ അദ്ദേഹം പുതിയ വ്യക്തിയായിരിക്കും. അദ്ദേഹം പുതിയ വ്യക്തിയാണ്.
അദ്ദേഹം പുതിയ ആളാണെങ്കിലും നിങ്ങൾ അവരോട് ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ അവരും പഠിക്കത്തുള്ളൂ. അവരത് ആ. നേരിട്ട് മേലുള്ള അപ്ലൈ ചോദിച്ച് പറഞ്ഞ് മനസ്സിലാക്കുന്നു. ഇതിൽ പല ആൾക്കാർ എന്ത് ചെയ്യുന്ന വെച്ചാൽ എല്ലാവരും നേരെ ബൈപ്പാസ് എൻ്റെ അടുത്തേക്ക് വരും. അതിന് മേലെ 10-25 ലീഡർമാരുണ്ടാവും. ഞാൻ ഇതിൽ തിരക്കിൽ ഓട്ടം പിടിച്ചിട്ട് സാധനത്തിന്റെ വില, പ്രോഡക്റ്റിന്റെ പിക്ചർ ഈ എല്ലാം ഞാൻ തന്നെ കൊടുക്കും. എനിക്ക് എടുത്താ പോങ്ങാതെ പണിയാണ്. അപ്പോൾ നേരിട്ട് അപ്ലൈ ചോദിക്കുമ്പോൾ അവർക്ക് ഇത് പഠിക്കാനുള്ള അവസരമുണ്ട്. അവർക്ക് അറിയില്ലെങ്കിൽ അവർ മേലുള്ള അപ്ലൈ ചോദിച്ച് ക്ലിയർ ആക്കുന്നുണ്ടാവും. അപ്പോൾ ഇത് എല്ലാവർക്കും പഠിക്കാനുള്ള അവസരം. ബൈപ്പാസ് ചെയ്ത് നേരെ വരാതെ അവിടെ നിന്ന് ചോദിച്ച് അപ്ലൈനോട് ചോദിച്ച് വരികയാണെങ്കിൽ പല ആൾക്കാരെന്ന് വെച്ചാൽ എല്ലാം ഷാജി സാറോട് ചോദിച്ചോളൂ, ഷാജി സാർ പറഞ്ഞു ഞാൻ കുറച്ച് ബിസിയാന്ന് പറയാം. അവർ സിനിമ കാണാനോ കറങ്ങാൻ നടക്കുന്നുണ്ടാവും. ഇതെല്ലാം ഇങ്ങോട്ട് വരുമ്പോൾ എനിക്കിത് തിരഞ്ഞ് കണ്ടുപിടിക്കാനോ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനോ പ്രൈസ് ചെക്ക് ചെയ്യാനോ സമയം കിട്ടില്ല. എന്നെ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? എങ്ങനെ നമുക്ക് ഈ വലിയൊരു ബിസിനസ് ആക്കി കൊണ്ടുപോകാൻ പറ്റും, എങ്ങനെ ഇത് ടേൺ ഓവർ വർദ്ധിക്കാൻ പറ്റും, ഇങ്ങനെയുള്ള ബിസിനസിനെ കുറിച്ചും വരുമാനത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ ഉപയോഗിക്കുകയാണ്. മെന്റർഷിപ്പിൽ ഉപയോഗിക്കുകയാണെങ്കിൽ എവിടെ പോയി വർക്ക് ചെയ്യുമ്പോഴാണ് അതിൻ്റെ സ്ട്രക്ചർ സെറ്റ് ആവുക. ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ എന്നെ യൂസ് ചെയ്തിട്ട് ഈ പ്രൊഡക്റ്റിന്റെ പിക്ചറിന്റെയും പ്രൈസിന്റെയും അതൊക്കെ നിങ്ങളുടെ നേരിട്ടുള്ള ലീഡർമാരോട് ചോദിച്ചാൽ അവർക്ക് പഠിക്കാനും വളരാനും നിങ്ങളുടെ ടീമിനെ വലിയ ടീമാക്കി മാറ്റാനൊക്കെ പറ്റും. അവർക്ക് പറ്റത്തുള്ളൂ. അപ്പൊ ആ രീതിയിൽ യൂസ് ചെയ്യുക. ബൈപ്പാസ് ആയിട്ട് നേരെ എൻ്റെ അടുത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി മാക്സിമം പല ലീഡർമാർ ശ്രദ്ധിക്കട്ടോ. കാരണം എന്നെ യൂസ് ചെയ്യുന്ന പല ആൾക്കാരും പിക്ചർ അയച്ചു സാറേ അതിന്റെ സ്റ്റാറ്റസ് ഇടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതിന്റെ വില അന്വേഷിച്ച് എല്ലാം എന്നോട് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ എനിക്ക് ലേശം കൊടുക്കണം, ഇതിന്റെ 3-1 പറ്റത്തില്ല എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഞാനത് ചെയ്തു കൊടുക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ നേരിട്ടുള്ള അപ്ലൈ ബിസിനസ്സിൽ ഉണ്ടെങ്കിൽ, വെറുതെ ജോയിൻ ചെയ്യിപ്പിച്ച് പോയ അപ്ലൈൻ അല്ല, ആ വ്യക്തി ബിസിനസ്സിൽ ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ അദ്ദേഹത്തിനുള്ള അതിന് തൊട്ട് മേലുള്ള അപ്ലൈൻ ആണെന്ന് പരിചയപ്പെടുക, അവരെ സംസാരിക്കുക, അവരെ സപ്പോർട്ട് ചെയ്തത്. സുബൈദ മേഡം ഒന്ന് ചോദിക്കണം. എനിക്കിതൊരു സാധനം വാങ്ങാൻ കഴിഞ്ഞിട്ടില്ല സാറേ. എന്ത് പറ്റി? എനിക്ക് കോഴിക്കോടെങ്ങാണ്ടല്ലേ, അപ്പൊ അടുത്ത ഷോപ്പൊന്നുമില്ല. സുബൈദ മേഡം, ഞാൻ ദുബൈയിലേ ഉള്ളേ, ഇവിടെ ഒന്നും ഷോപ്പില്ല. എന്നിട്ട് ഞാൻ ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നുള്ളൂ. ഓൺലൈൻ പർച്ചേസ് ചെയ്യുമെന്ന് പറഞ്ഞ് കേട്ടില്ല ഇതുവരെ? കേട്ടിട്ടുണ്ട്, അങ്ങനെ വാങ്ങലുണ്ട്. പക്ഷെ പിന്നെന്താ അത് വാങ്ങിക്കും? ലാൽ സാറോട് പറഞ്ഞാൽ മതില്ലേ? എത്ര ദിവസമായി ജോയിൻ ചെയ്തിട്ട്? ജോയിൻ ചെയ്തിട്ട് എനിക്ക് ഐഡിയ കിട്ടിയത് മിനിഞ്ഞാന്നങ്ങാണ്ട്. ഓക്കെ, അത് ഷാവുൽ സാറിനോട് പറഞ്ഞാൽ ഷാവുൽ സാർ പ്രൊഡക്റ്റ് അയച്ചു കേട്ടോ. ഓ ആയിക്കോട്ടെ, ഓക്കെ. കൊറിയർ വഴിയോ അല്ലെങ്കിൽ ഇപ്പോൾ ഷോപ്പിൽ നിന്ന് ബില്ല് അടിച്ച് ഓൺലൈൻ വഴിയോ അങ്ങനെ പോസ്റ്റ് ഓഫീസിൽ അയച്ചു. ഓ ആയിക്കോട്ടെ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സാറേ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ഈ വാട്ടർ പ്യൂരിഫൈയുടെ ഷാർപ്പിൻ്റെതാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ ഷാർപ്പിന്റെ നമുക്ക് വെസ്റ്റേജിൽ പിന്നെ തരുന്നതും അവരുടെ ഷോറൂമിൽ കൊടുക്കുന്നതും ഒരേ സാധനമായിരിക്കുമോ? അങ്ങനെ വ്യത്യാസം വല്ലതും ഉണ്ടോ? ഈ ഒരു പ്രൊഡക്റ്റ് ഈ ഒരു കാറ്റഗറി ബ്രാൻഡ് നമ്പർ സാധനം വെസ്റ്റേജിൽ മാത്രമേ ഉള്ളൂ. ഈ ഒരു മോഡൽ ഇവരുടെ മറ്റ് ഷോറൂമുകളിലൊന്നും ഇത്തരം ഇതേ സാധനമല്ല കിട്ടുന്നത് അല്ലേ? ഈ ബ്രാൻഡ് കിട്ടില്ല. ഈ ഒരു മോഡൽ നമ്പർ വെസ്റ്റേജിന് വേണ്ടി മാത്രം ഉണ്ടാക്കുന്നു. അത് ശരിയാണ്. ഇത് ചില കമ്പനികൾ നമ്മളായിട്ട് ടൈപ്പിന് വരും. മനസ്സിലായി? ഇപ്പൊ ഈ ഷാർപ്പ് ഒരു കാര്യം ശ്രദ്ധിക്കുക, ഷാർപ്പ് കമ്പനിക്ക് വാട്ടർ പ്യൂരിഫയർ ഉണ്ട്. അവർക്ക് എല്ലാ വാട്ടർ പ്യൂരിഫയറും മൂവ് ചെയ്യാൻ എളുപ്പമായിരിക്കില്ല. പക്ഷെ വെസ്റ്റേജിലൂടെ മൂവ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ക്വാളിഫിക്കേഷൻ PV കയറ്റാൻ വേണ്ടി നമ്മളെല്ലാവരും ഇത് വാങ്ങി. അപ്പൊ അവർക്ക് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് സാധാരണ ഷോപ്പിൽ പോകുന്നതിനേക്കാളും വാട്ടർ പ്യൂരിഫയർ ഇവിടെയാണ് പോകുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഇപ്പൊ ഞാനൊരു കാര്യം, ഒരു TV നമ്മുടെ നാട്ടിൽ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന ഏതെങ്കിലും ഒരു TV LG TV ആണ്. LG TV കമ്പനിക്കാർ വെസ്റ്റേജ് കമ്പനിയോട് പറയുകയാണെങ്കിൽ നമ്മുടെ TV നിങ്ങൾക്ക് തരാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഡയറക്റ്റ് വെസ്റ്റേജിലൂടെ മൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഇത്ര ബെനിഫിറ്റ് നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞിട്ട് ആ കമ്പനി LGക്കാർ നമ്മളൊക്കെ വരുവാണെങ്കിൽ, ഇപ്പോൾ ഈ ബിസിനസ്സിൽ ഒരു ക്വാളിഫിക്കേഷൻ ക്രൗൺ ഡയറക്ടറും അല്ലെങ്കിൽ UCയിലൊക്കെ ആവാൻ ആഗ്രഹിക്കുന്ന ഇത്ര PV വേണം, ഇത്ര PV ഷോർട്ടേജസ് ഉണ്ട്, ഒരു TV വാങ്ങിക്കാൻ ആഗ്രഹിക്കുകയാണ്, TV പർച്ചേസ് പെട്ടെന്ന് TV പോകും. ഒരു ദിവസം ഒരാൾ തന്നെ 10 TV ഒക്കെ വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്. 10 വാട്ടർ പ്യൂരിഫയർ ഒരുമിച്ച് വിലടിച്ച ആൾക്കാരുണ്ട്. മനസ്സിലായോ? നിങ്ങൾ ചില സമയത്ത് നമ്മുടെ ആമസോണിലും മറ്റേലൊക്കെ മീഷോയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് കാണാം. വെസ്റ്റേജിന്റെ പ്രൊഡക്റ്റ് വില കുറച്ച് കാണും. സോപ്പും വേസ്റ്റും ഫ്ലാക്സോലും പല പ്രൊഡക്റ്റും 50 രൂപ ഒക്കെ കുറച്ച് കാണുന്നുണ്ടാവും. ഈ വാങ്ങിച്ച വ്യക്തി ഇത് മൂവ് ചെയ്യാൻ വേണ്ടി വാങ്ങിക്കുമ്പോൾ മൂവ് ചെയ്യാൻ പറ്റില്ല, കഷ്ടപ്പാടാവും, പിന്നെ ചിലവാക്കാൻ പറ്റാതെ കളയാൻ പറ്റത്തില്ല. കിട്ടുന്ന പൈസക്ക് ആമസോണിൽ കൊണ്ടുവിടും. അതാണ് നമ്മൾ ഈ കാണുന്നത്. ഇപ്പൊ ചില ആൾക്കാർ, ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ക്രൗൺ ഡയറക്ടറാണ്. അടുത്ത 9ാമത്തെ വരുമാനം വാങ്ങിക്കണമെങ്കിൽ എനിക്ക് UCDI മാറണം. UCDI മാറണമെങ്കിൽ എന്റെ 8ാമത്തെ ലെഗ് ഞാൻ ജോയിൻ ചെയ്യിപ്പിച്ച ആള് ഇപ്പോഴും വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല. അവരുടെ താഴെ അവർ ബ്രോൺസ് ഡയറക്ടർ ആവാറായി, അവർ വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല. എനിക്ക് UCDI മാറണമെങ്കിൽ അവർ ക്വാളിഫൈ ചെയ്യണം.
അവരെ വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല, അതിന് താഴെ വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല, അവരെ കാണാനില്ല. അപ്പോൾ എനിക്ക് ആ ലെഗിനെ ക്വാളിഫിച്ച് യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടറായി മാറാൻ പറ്റും. അപ്പോൾ ഞാൻ അവസാനം എന്ത് ചെയ്യും, അവരെ ഐ ഡി ഞാൻ പോയി പർച്ചേസ് ചെയ്ത് ഞാൻ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ ആവും. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഈ സമയത്ത് ചിലപ്പോൾ എനിക്ക് ബൾക്കായിട്ട് കുറച്ച് സാധനം വാങ്ങിക്കേണ്ടി വരും. ഇത് ഞാൻ ആർക്കും കൊടുക്കാൻ നോക്കി, ആരും കൊടുക്കാൻ പറ്റില്ല. ഞാൻ എന്ത് ചെയ്യും, ആമസോണിൽ ഞാൻ കൊടുക്കൂല, അങ്ങനെ കൊടുക്കുന്ന ആൾക്കാർ ആമസോണിലും മീഷോയിലൊക്കെ വില കുറച്ച് കൊടുക്കും. കാരണം അത് മൂവ് ചെയ്യും, എക്സ്പയറി കളയാതിരിക്കാൻ വേണ്ടി വില കുറച്ച് കൊടുക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ഈ യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച ഒരു 5-6 പീസൊക്കെ വില കുറച്ച് കാണുന്നുണ്ടോ. നിങ്ങൾ ആർക്കും സെയിൽ ചെയ്യുന്ന ആൾക്കാരോ ഇത് ആമസോണിൽ വില കുറവുണ്ടോ, അപ്പോൾ അവർ അവിടെ നിന്ന് വാങ്ങിച്ചു പറഞ്ഞാൽ. കാരണം അവിടെ ബില്ല് കിട്ടില്ല, റീഫണ്ട് പോളിസി ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ബിസിനസ്സാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും അങ്ങനെ വില കുറച്ചൊന്നും കൊടുക്കരുത്. നമ്മുടെ പ്രൈസ് നമുക്ക് കിട്ടുന്ന പൈസയിൽ കുറച്ച് കൊടുക്കാതിരിക്കുക. ചില ആൾക്കാർ 5 രൂപ കുറച്ച് കൊടുക്കും കസ്റ്റമർ കിട്ടാൻ വേണ്ടിയിട്ട്. കൊടുക്കുന്ന സമയത്ത് പറയണം, ഈ പ്രൊഡക്റ്റ് ഇത്ര പൈസക്ക് തരുന്നത് ഇത് കമ്പനി അറിഞ്ഞ പ്രശ്നമാണ്, 5 രൂപ ഞാൻ കുറച്ച് തരുന്നത് നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി തരാൻ വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കും. അല്ലെങ്കിൽ കമ്പനി അറിഞ്ഞാൽ അത് നിങ്ങൾ ഐ ഡി ടെർമിനേഷൻ ആവും. നമ്മളെ DP പ്രൈസിന് 1 രൂപ പോലും കുറച്ച് കൊടുക്കാൻ പാടില്ല. DP പ്രൈസ് ഏറ്റവും ലോ പ്രൈസാണ്, അതിനപ്പുറം താഴോട്ട് വില കുറച്ച് കൊടുക്കാൻ പാടില്ല. MRP അതിന് മേലെ കൊടുക്കാൻ പാടില്ല. ആ പറഞ്ഞ ആ പ്രൈസിന് മേലോട്ടും DPക്ക് താഴോട്ടും കൊടുക്കാൻ പാടില്ല. അതിന്റെ സ്റ്റാൻഡേർഡ് പോകും കമ്പനി. ഇവിടെ പല ആൾക്കാരും ആമസോണിലും മീഷോയിലൊക്കെ കൊടുക്കുന്നത് ആ കമ്പനി ആരാണത് കൊടുത്തതെന്ന് പറഞ്ഞാൽ അവരെ ഐ ഡി ഒന്നുകൂടി വെസ്റ്റേജ് ടെർമിനേഷനാണ്. പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. എന്നെ ഈ ബിസിനസ് കൊണ്ടുവന്നൊരു അപ്ലൈ അയാളുടെ സ്റ്റാറ്റസിൽ വെസ്റ്റേജ് കമ്പനിയെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ട് ആ സ്റ്റാറ്റസ് ഞാൻ കമ്പനിക്ക് അയച്ചു കൊടുത്ത് അയാൾ ടെർമിനേഷൻ ചെയ്യിപ്പിച്ചതാണ്. മനസ്സിലായില്ലേ? കമ്പനിയെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന അല്ലെങ്കിൽ പ്രൊഡക്റ്റിന്റെ വില കുറച്ചിടുന്ന ആൾക്കാർ കമ്പനി ടെർമിനേഷൻ ചെയ്യും. അപ്പോൾ എപ്പോഴും നമ്മളെ പ്രൊഡക്റ്റിന്റെ വാല്യൂ നമ്മൾ തിരിച്ചറിയുക, അതിന്റെ ക്വാളിറ്റി നമ്മൾ തിരിച്ചറിയുക, ആ വാല്യൂ നമ്മൾ കീപ്പ് ചെയ്ത് പോകാൻ ശ്രമിക്കും. വില കുറഞ്ഞ പ്രൊഡക്റ്റ് വില കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ പോയി വാങ്ങിച്ചിട്ട് കുഴപ്പം. നമ്മുടെ ബിസിനസ്, നമ്മുടെ കമ്പനി, നമ്മുടെ പ്രൊഡക്റ്റ് ഇതെല്ലാം ഓൺ വെസ്റ്റീജ് എന്ന കമ്പനി നിങ്ങളുടെ സ്വന്തം സ്ഥാപനമാണ്. അതങ്ങനെ തന്നെ കരുതുന്നത്. ഓക്കെ, ഇന്ന് 10 മിനിറ്റ് അധികം എടുത്തു. താങ്ക് യു വെരി മച്ച്. ലാസ്റ്റ് വരെ ഇരുന്ന എല്ലാവർക്കും ഇന്നത്തെ ഓഫറുകൾ മനസ്സിലായിട്ടുണ്ടാവും. മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ അപ്ലൈനോട് ചോദിക്കുക. അവരെനിക്ക് വ്യക്തമായി പറഞ്ഞു, നിങ്ങൾ അപ്ലൈനോട് തന്നെ ചോദിക്കുക കേട്ടോ. നിങ്ങളെ ബിസിനസ് ജോയിൻ ചെയ്യിച്ച വ്യക്തി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അവർ നിങ്ങൾ എപ്പോഴെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നിങ്ങൾ അവരോട് എപ്പോഴും അങ്ങോട്ട് സംസാരിക്കുക, റെഗുലർ കമ്മ്യൂണിക്കേഷൻ ചെയ്യുക. ഇതുപോലെ ഓഫറുകൾ കാര്യങ്ങൾ അവർക്ക് കൊടുക്കുക, അവർക്കൊരു പണി കൊടുക്കുക, അവർ പഠിക്കട്ടെ. അവരോട് എല്ലാ കാര്യങ്ങളും സംശയം ചോദിച്ച് അവർ പറഞ്ഞു തരും. അവരായിരിക്കണം നിങ്ങൾ അപ്ലൈനോട് ചോദിക്കേണ്ടത്. ഇനി എന്നോട് ആൾക്കാർ ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു തരും, എങ്കിലും ഞാൻ ചോദിക്കും നിങ്ങൾ അപ്ലൈനെ കോൺടാക്ട് ചെയ്തോ ഞാൻ ചോദിക്കട്ടെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ അവരിങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നുണ്ടാവും, ഒന്നും ഇതിനെക്കുറിച്ച് അറിയത്തുണ്ടാവില്ല. അവരെ താഴെ എത്ര ആൾക്കാർ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഇങ്ങോട്ട് വരും. അദ്ദേഹം ഒന്നും പഠിക്കുന്നുണ്ടാവും. ലാസ്റ്റ് ഈ ബിസിനസ് എന്താണെന്ന് അറിയില്ല, വരുമാനം എന്താണെന്ന് അറിയില്ല, എനിക്കൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ പോകുന്നുണ്ടാവും. അപ്പോൾ ഇതിൽ പണിയെടുക്കുന്നവർക്ക് മാത്രമേ കമ്പനി പൈസ കൊടുക്കത്തുള്ളൂ. കമ്പനിക്ക് മനസ്സിലാവും പണിയെടുക്കുന്ന ആളാണോ അല്ലാത്ത ആളാണോ, കറക്റ്റ് ആ ഒരു സിസ്റ്റത്തിൽ മനസ്സിലാവും. സ്ട്രക്ചർ ചെയ്യുമ്പോൾ സ്ട്രക്ചറും ടേൺ ഓവറും പിൻ ലെവൽ അനുസരിച്ച് നമുക്ക് വരുമാനം അത് ലെവലിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ടാവും. ഓക്കെ, ഇന്നത്തെ സെഷൻ ഏകദേശം 82 ആൾക്കാരുണ്ടായി. ഞാൻ വെച്ചിരുന്നത് 100 പേരുണ്ടാവുമെന്ന് വെച്ചിരുന്നു, പക്ഷേ ആയിട്ടില്ല. ഇന്നലെ 92 പേരുണ്ടായിരുന്നു. 100 പേര് കയറിയിട്ടുണ്ടായിരുന്നു. ഞാൻ അറ്റൻഡൻസ് ചെയ്തപ്പോൾ 100 പേരുണ്ടായിരുന്നു. അതിൽ 92 പേര് ലാസ്റ്റ് വരെ ഉണ്ടായിരുന്നു. ഇന്ന് 82 ഉണ്ടായിട്ട് 10 പേര് ലീവ് എടുത്തു. എനിക്ക് നോക്കാൻ പറ്റില്ല, ഞാൻ സെഷൻ ചെയ്തുകൊണ്ടാണ് നോക്കാൻ പറ്റായിരുന്നു. കുഴപ്പമില്ല, നാളെ നോക്കാം. എനിവേ ഇന്ന് എല്ലാവർക്കും ഇന്നത്തെ സെഷൻ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. നാളെ നല്ല അടിപൊളി സെഷൻ നാളെ ഉണ്ട്. എല്ലാവരും നാളെ പങ്കെടുക്കുക. നിങ്ങളുടെ ടീം മെമ്പേഴ്സിനെയും പങ്കെടുപ്പിക്കുക. ഓക്കെ, താങ്ക് യു വെരി മച്ച് ആൻഡ് വിഷ് യു വെൽ.